പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ ഒറിജിനൽ മുജാഹിദാണ്, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളാണ്, മറ്റേതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ കെ എം മൗലവിയെ നിങ്ങൾ മുശ്രിക്കാക്കുവോ കാഫിറാക്കുവോ അല്ലേ? പിന്നെ പറഞ്ഞു നബിദിനാഘോഷം നബാത്തിയ ഖുത്ബയില് റസൂലുള്ളാഹിന്റെ ജന്മത്തെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ ഹുക്മ് പറയുന്ന കിതാബല്ല നബാത്തിയ ഖുത്ബ. അതേ സമയത്ത് അതിലേക്കുള്ള ചില വചനങ്ങൾ മഹാനവറുകൾ പറഞ്ഞതായിട്ട് ഞങ്ങളിവിടെ വായിച്ചു. അപ്പൊ അതിനെപ്പറ്റി ഒന്നും മിണ്ടാട്ടല്ല, അതിനെപ്പറ്റി ഒന്നും മിണ്ടാട്ടല്ല. പിന്നെ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. സൂറത്ത് യൂനുസിന്റെ ആയത്ത് ഞാൻ ഓതി കേൾപ്പിച്ചു. അപ്പൊ പറഞ്ഞു ആ ആയത്ത് ഞങ്ങൾ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ പൂർവികരാരെങ്കിലും ചെയ്തതുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറയട്ടെ, നന്നായി മനസ്സിലാക്കാം. സഹോദര ഇങ്ങോട്ട് പറയുന്ന കേൾക്കി. ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. ഇസ്ലാം ഖുർആനിലൊരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്നിടത്ത് ഇനി പൂർവികർ ചെയ്തോ ഇല്ലേ, ഈ ഇങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇല്ല, ഒരു പ്രസക്തിയില്ല. രണ്ട് ഹദീസ് ഞാൻ പറഞ്ഞു, ഹദീസാണ് പ്രമാണമെന്ന് പറഞ്ഞു. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു സഹീഹായ ഹദീസ് എന്നുകൂടി പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ളത് സഹീഹാണ്. നിങ്ങളാണ് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒറിജിനൽ മുജാഹിദാണോ അല്ലേ നമുക്കറിയില്ല. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മുജാഹിദീങ്ങളാണ് ഈ സഹീഹ് ബുഖാരിയിലുള്ള ഹദീസിനൊക്കെ ദുർബലാക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, നിങ്ങളതിനെ കുറിച്ച് പ്രവേശിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു സഹീഹ് ലഈഫ് പറ്റില്ല. ഞാൻ പറഞ്ഞു ലഈഫും പറ്റുന്ന മേഖലകളുണ്ട്. അപ്പൊ ആ സമയത്ത് അത് ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിച്ചത്. അത് മൈക്കയിലൂടെ ചോദിക്കേണ്ടതായിരുന്നു. ഇതാ ഇമാം നവവി തന്റെ അൽ അദ്കാറിന്റെ 13-ാമത്തെ പേജിൽ പറഞ്ഞത് ഞാൻ വ്യക്തമാക്കി തന്നു. ഞാൻ പറയട്ടെ, ഈ നിങ്ങൾക്ക് ആ വാദത്തിൽ നിങ്ങൾ പിൻവലിഞ്ഞ ലഈഫായ ഹദീസിന് ഒരു പ്രത്യേകതയും ഇല്ല. അംഗീകരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണത്തിൽ നിന്ന് ഔട്ടാണ്. ഇതാ ഇമാം നവവി തങ്ങൾ പറയുന്നു, സർവ്വ മുഹദ്ദിസീങ്ങളും സർവ്വ ഉലമാക്കളും സർവ്വ ആളുകളും പറയുന്നു. അല്ലല്ല, ഒരാൾ ചോദിക്കും. അപ്പോ ഞാൻ തുടക്കം ചോദിച്ചെന്നെ ഇസ്ലാമിലെ തെളിവാണ്. ഒരു മിനിറ്റ്. നബവി ഇമാമ് ലഈഫായ ഹദീസ് പ്രമാണമാകുന്ന രംഗങ്ങളുണ്ടെന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയുന്നു? അത് പറയും. അപ്പോ നബവി ഇമാം പറഞ്ഞ വിഷയം അങ്ങോട്ടല്ല എന്റെ മെയിനായിട്ട് എന്റെ ചോദ്യത്തിലേക്ക് ഈ ലഈഫായ ഹദീസ് നബവി ഇമാം പറഞ്ഞ മാത്രമേ പറഞ്ഞു. അടുത്ത ചോദ്യം സമയം കളയണ്ട. ഇതിന്റെ ഉത്തരം പറഞ്ഞാൽ എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. അതിന്റെ ഉത്തരം പറയൂ. കാര്യം തന്നെ എല്ലാവരും അടുത്തിന്റെ ഉത്തരം പറയൂ. അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കാം. ഒരാള് സംസാരിക്കും. ഞാൻ ഒറ്റക്കാ പറയുന്നുള്ളൂ, ആരും പറയുന്നു. ഒരു മിനിറ്റ്, ആരും പറയുന്നു പ്ലീസ്. അപ്പോ ഞാൻ ലൈഫായ ഹദീസ് സ്വീകരിക്കാമെങ്കിൽ എല്ലാ തോന്നിയ ഇസ്ലാം തെളിവ് കിട്ടും. ലൈഫായ ഹദീസ് ഉണ്ടായ പോലെ ഇപ്പൊ എന്ത് പരമ്പര മുറിഞ്ഞിട്ട് എനിക്കിപ്പോ എന്തുണ്ടാക്കാം, ലൈഫ് ഹദീസ് ഏതും ഉണ്ടാക്കാം. ലഈഫായ ഹദീസ് ഞാൻ പറയട്ടെ, ഞങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾ പ്രമാണം പറഞ്ഞിട്ടുണ്ട്. ലഈഫായ ഹദീസ് നിരുപാധികം വർജ്യമല്ല. അത് വാറോലയാണെന്ന് പറയുന്നവന്റെ നാവ് പടച്ചോ നരകത്തിട്ട് കരിക്കും. സൂക്ഷിച്ചോ, കരിച്ചോട്ടെ. ഞങ്ങൾ പറയുന്നു നിങ്ങളെ കരിക്കാൻ പാടില്ല, അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. ഞാൻ പറയട്ടെ, ഈ തോന്നിയാസാണോ നബവി ഇമാം പറഞ്ഞത്? ഇതിൽ പറയുന്നു പറ്റുന്നു. നബവി ഇമാം തോന്നിവാസമാണ് പറഞ്ഞത്. നിങ്ങളെന്താ പറഞ്ഞത്? ലഈഫായ ഹദീസ് പ്രമാണമാണെന്ന് പറഞ്ഞ ഇസ്ലാമിലെ പല തോന്നിയാസും പറ്റുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നബവി ഇമാം റളിയല്ലാഹു അൻഹു. ആരാ നബവി ഇമാം? അവിടെ ഇരിക്കെ ഒരാൾ സംസാരിക്കും. മൗദു ആയ നന്നായി മനസ്സിലാക്കി സഹോദര, നല്ല നിലക്ക് സംസാരിക്കുക. അതായത് ഇങ്ങോട്ട് കേൾക്കും.
ലഈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയ മാതിരിയൊന്നുമല്ല. ലഈഫ് എന്ന് പറഞ്ഞാൽ സഹീഹിൽ പറഞ്ഞ നിബന്ധനകൾ പൂർണ്ണമായി മേളിക്കാത്ത ചില ഹദീസുകളെ സംബന്ധിച്ചാണ് ലഈഫ് എന്ന് പറയുന്നത്. മൗദു ആയ ഹദീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. മൗദു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞ ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അല്ലെങ്കിൽ നബിയുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഊഹിക്കപ്പെടുന്നയാൾ പറയുന്ന ഹദീസിനെ സംബന്ധിച്ചാണ് മൗദു ആയ ഹദീസ് എന്ന് പറയുന്നത്. അതൊരു നിലക്കും സ്വീകരിക്കാൻ പറ്റില്ല. കേട്ടോ. അതേ സമയത്ത് സഹീഹിന്റെ നിബന്ധനകളിൽ നേരിയതായ വൈകല്യങ്ങൾ ഉള്ള സനദിലൂടെ കൈമാറിയ ഹദീസിനെ സംബന്ധിച്ചാണ് ലഈഫ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ലഈഫായ ഹദീസുകൾ പ്രമാണമാകും. ഇമാം ഷാഫിഈ വരെ ലഈഫായ ഹദീസ് കൊണ്ട് പ്രമാണമാക്കിയിട്ടുണ്ട്. അത് ചുരുക്കിയാണ്. നിങ്ങൾ പറഞ്ഞാൽ പോരാ, ഒരു ഇബാറത്തിന് വായിക്കും. സക്കരിയ സലായി പറഞ്ഞത് കൂട്ടൂല, മുജാഹിദിന്റെ തലതൊട്ടപ്പന്മാര് പറഞ്ഞത് കൂട്ടൂല, ഒരു ഇബാറത്ത്. സഹോദര, നിങ്ങൾ പറഞ്ഞല്ലോ ലഈഫായ ഹദീസ് ചുരുത്തി എറിയണമെന്ന്. അല്ല, നബിമ പറയുന്നു സുന്നത്താണ്, അമല് ചെയ്യൽ ജായിസാണ്. അതായത് ഫളായിലുകൾ വിശദീകരിക്കുന്ന വിഷയത്തിൽ. ഒന്നുകൂടി വായിക്കണോ? ഇമാം ഇബ്നു ഹജർ അൽ ഹൈത്തമി തങ്ങൾ തന്നെ തുഹ്ഫയിൽ പറയാണ്, നന്നായി മനസ്സിൽ പഠിക്കാൻ വേണ്ടി പറയാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. 2 പുല്ലത്ത് വെള്ളം, അത് എത്ര നിങ്ങൾക്ക് അറിയോ? ഞാനൊരു ചെറിയ അറിയില്ലല്ലോ. 192 ലിറ്ററാണ്. അതെ, 200 ലിറ്റർ. ഞാൻ പറയാം, 200 ലിറ്ററിന്റെ താഴെയാണ്, അഥവാ 192 കൃത്യം പറയുകയാണെങ്കിൽ 2 പുല്ലത്ത്. ഇതെവിടുന്ന് കിട്ടിയതാണ്? സഹീഹായ ഹദീസിലുള്ളത് ഇദാ ബലഗൽ മാഉ പുല്ലത്തൈനി ലം യഹ്മലിൽ ഖബസ. വെള്ളം 2 പുല്ലത്തെത്തിയാൽ നജസ് വീണതുകൊണ്ട് അത് നജസാവുകയില്ല. ഇത്രേ സഹീഹായ ഹദീസിൽ കാണുന്നു. ഈ 2 പുല്ലത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര? അത് വിശദീകരിക്കപ്പെട്ടത് സനദിൽ ദൗർബല്യമുള്ള ഒരു ഹദീസ് കൊണ്ടാണ് ഇമാം ഷാഫിഈ തങ്ങൾ പിടിച്ചത്. ഏതാണത്? ഇദാ ബലഗൽ മാഉ പുല്ലത്തൈനി ബിഖിലാലിഹ. ഇങ്ങോട്ട് കേൾക്കുന്നത് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയം പറയുന്നത്. അല്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ ഇവിടെ ആരും സംസാരിക്കുന്നില്ലല്ലോ. അതെന്താ സംസാരം നിർത്തി? ഇദാ ബലഗൽ മാഉ പുല്ലത്തൈനി ബിഖിലാലി ഹജറ. മദീനയുടെ അടുത്തുള്ള ഹജർ നാട്ടിലുള്ള പുല്ലത്ത് എന്നറിയപ്പെടുന്ന പാത്രത്തിൽ 2 പാത്രമുണ്ടായാൽ, എന്നാൽ അത് നജസ് വീഴൽ കൊണ്ട് നജസാവുകയില്ല. ആ ഹദീസ് സനദ് ദൗർബല്യമാണ്. പക്ഷേ ഇമാം ഷാഫിഈ മറ്റു ഷാഫി മദ്ഹബിന്റെ ആളുകളും ആ ഹദീസ് വെച്ചിട്ടാണ് ഈ 2 പുല്ലത്ത് എത്രയാ എന്ന് രേഖപ്പെടുത്തിയത്. മനസ്സിലായോ? ഈ 2 പുല്ലത്ത് എത്ര എന്നുള്ള വിധി അവരുടെ കിതാബുകളിൽ പഠിപ്പിച്ചത് ഈ ഹദീസ് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇത് ലഈഫല്ലേ? അതിന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 1-ാമത്തെ വാള്യത്തിൽ, പേജ് എനിക്ക് ഓർമ്മയില്ല, 1-ാമത്തെ വാള്യത്തിൽ പറയാണ്, ലഈഫായ ഹദീസ് ഇദാ കാന ഹുജ്ജതൻ ഫിൽ മനാഖിബി, അത് പ്രകീർത്തനത്തിന്റെ അധ്യായത്തിൽ അത് പ്രമാണമാണെങ്കിൽ ഫലിൽ ബയാനി ഔല, സഹീഹായ ഒരു ഹദീസിൽ പ്രതിപാദിച്ച ഒരു ആശയത്തിന്റെ വിശദീകരണത്തിന് അത് ഏറ്റവും പ്രമാണമാണ്. ആരാ പറയുന്നത്? ഇമാം ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു തആല പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വ ഇൻദ അബീ ഹനീഫത, അബൂ ഹനീഫ ഇമാം യഹ്തജ്ജു ബിഹി മുത്ലഖൻ, ലഈഫായ ഹദീസ് കൊണ്ട് നിരുപാധികം പ്രമാണമാക്കാറുണ്ട്. ആരെ പറഞ്ഞ ഈ ലഈഫായ ഹദീസ് ചുരുത്തെറിയണമെന്ന്? നിങ്ങളാ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണം. ഞാനാവട്ടെ നിങ്ങളാവട്ടെ, ലഈഫായ ഹദീസ് ചുരുട്ടിയെറിയണം നിങ്ങൾ ഇങ്ങനെ ആക്കിയാലോ? ആ ആക്കിയത് ഏതു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയും? ഞാൻ മുസ്ലിമാണ്, എന്റെ വിശ്വാസം ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം ഖുർആനും സഹിയായ ഹദീസുമാണ്. അല്ല, അപ്പൊ എന്ത് കണ്ടാലും ചുരുട്ടിയാൽ തന്നെ കൊള്ളുള്ളൂ. നിങ്ങളെ വിശ്വാസമല്ല, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രമാണങ്ങൾ പറയും.
എന്റെ പ്രമാണമാണ് ഖുർആനും സഹിയായ ഹദീസും. ലൈയായ ഹദീസ് എന്താ ചുരുട്ടിയറിയണം, അതേ പറഞ്ഞിട്ടുള്ളൂ. ആ ചുരുട്ടിയറിയണം. എവിടെ പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞതിന് ഞങ്ങൾ പ്രമാണം ഉദ്ധരിച്ചു, നിങ്ങൾ പറഞ്ഞതിന്റെ പ്രമാണം പറയൂ. തെക്കിപ്പേര് വരുമ്പോ കുറച്ച് മെല്ലെ ചെല്ലുക, അല്ല കേൾക്കൂട്ടോ, മെല്ലെ ചെല്ലിക്കും. സഹീഹിൽ ബുഖാരി ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഒന്ന് ഷോർട്ട് ചെയ്ത് സഹീഹ് മാറ്റിവെച്ച് അങ്ങനെ സഹീഹ് വേറെ അങ്ങനെ വളരെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ? ഒന്ന് അപ്പൊ സഹീഹുൽ ബുഖാരി ആയിക്കോട്ടെ. സഹീഹുൽ ബുഖാരിക്ക് ബുഖാരി മാത്രല്ല, അല്ല സഹീഹുൽ ബുഖാരി മാത്രല്ല കിതാബുള്ളത്, താരീഖുൽ ബുഖാരി വേറുണ്ട്. സഹീഹുൽ ബുഖാരിക്ക് ഏത് കിതാബുണ്ട്? അൽ അദബുൽ മുഫ്രദ് ഉണ്ട്. അൽ അദബുൽ മുഫ്രദിലുള്ള മുഴുവൻ ഹദീസും സഹീഹാണ്. നിങ്ങൾക്ക് വാദമുണ്ടോ? ബുഖാരി ഇമാമില് സഹീഹ് മാത്രമല്ല, സഹീഹുൽ ബുഖാരി മാത്രമല്ല കിതാബുള്ളത്. സഹീഹുൽ ബുഖാരിയുള്ള മുഴുവൻ ഹദീസുകളും സഹീഹ് മാത്രമേ മൂപ്പർ ഒരുമിച്ച് കൂട്ടുള്ളൂ. അത് മൂപ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. അതേ ബുഖാരി ഇമാമ് അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബുണ്ടല്ലോ, അതിലൊരുപാട് ദഈഫായ ഹദീസുകൾ ഉണ്ടല്ലോ. അപ്പൊ ബുഖാരി ഇമാം എന്തുകൊണ്ടത് ഇങ്ങനെ എറിഞ്ഞില്ല, ചുരുത്തി എറിഞ്ഞില്ല? ഉസ്താദേ, വളരെ വിനയത്തോടെ പറയാം, ഈ എന്തുകൊണ്ടാണ് വേർതിരിവ്? എന്തിനാ ഈ ബുഖാരിയെ റിപ്പോർട്ട് ചെയ്ത് ഒന്നും വലിയ വ്യത്യാസമില്ല. സ്വഹിയാൻ നല്ല പരമ്പരയോടെ റിപ്പോർട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി വേർതിരിക്കേണ്ട ആവശ്യമില്ല. അത് സ്വഹീഹ് തന്നെ ഇതിൽ തന്നെ ആഡ് ചെയ്തോടെ ഞാൻ ചോദിക്കുന്നത്. ചുരുട്ടി എറിയെന്നല്ല അവിടെ പറഞ്ഞു. ഇവിടെ അല്ലല്ല, നിങ്ങൾ മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹ് രചിക്കുമ്പോ തന്നെ മൂപ്പര മനസ്സിലൊരു ഉദ്ദേശമുണ്ട്. ഇതിൽ ഞാന് സഹീഹ് എന്ന് മാത്രമല്ല, സഹീഹുകളുടെ കൂട്ടത്തിൽ നിന്നു തന്നെ നോക്കണം, സഹീഹുകളുടെ കൂട്ടത്തിൽ നിന്നു തന്നെ എല്ലാ സഹീഹും ബുഖാരിയിലില്ല. കുറെ സഹീഹ് മുസ്ലിമിലും അബൂദാവൂദിലും തുർമുദിയിലൊക്കെ ഉള്ളത്. അതേ ബുഖാരി ഇമാം അതെന്തുകൊണ്ട് മഹാനവറുകൾ അസഹായ ഹദീസുകൾ മാത്രം ജംഇ ചെയ്യാൻ ഉദ്ദേശിച്ചു? നിങ്ങൾ ബുഖാരി കണ്ടിട്ടുള്ളൂ? ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പേരാ നിങ്ങൾക്ക്? ബുഖാരിന്റെ ഒന്നാമത്തെ ഹദീസും അവസാനത്തെ ഹദീസും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എനിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് അതെ. അപ്പൊ സാധാരണക്കാരാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കൂ. സഹീഹുൽ ബുഖാരിയിൽ എന്തുകൊണ്ട് സഹീഹായ ഹദീസുകൾ മാത്രം ജംഇ ചെയ്തു എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? അദ്ദേഹം സഹീഹായ ഹദീസുകൾ മാത്രം ജംഇ ചെയ്യാൻ ഒരു കിതാബ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു. അപ്പൊ അതിന് സഹീഹായ ഹദീസുകൾ മാത്രം കൊടുത്തു. അതിൽ 60-ലധികം ഹദീസ് ദഈഫാണെന്ന് പറയുന്നത് ഇപ്പൊ മുജാഹിദീങ്ങളാണ്. സഹീഹുൽ ബുഖാരിയിൽ സഹീഹ് മാത്രമല്ല കള്ള ഹദീസ് ഉണ്ടെന്ന് പറയുന്നത് മുജാഹിദീങ്ങളാണ്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള മുജാഹിദീങ്ങളാണ് സഹീഹുൽ ബുഖാരിയിൽ ദഈഫുണ്ട്, കള്ള ഹദീസുകളുണ്ട്, തള്ളണ്ട ഹദീസ് ഉണ്ടെന്ന് പറയുന്നത് മുജാഹിദ, സുന്നിയല്ല. ഒറ്റ സുന്നി അങ്ങനെ പറഞ്ഞിട്ടില്ല. സലാം സുല്ലമി പറയുന്നത് 60 ഹദീസ് ബുഖാരിയിൽ തള്ളേണ്ടതാണ്. ഇത് ആശയപരമായിട്ടാണ് പറയുന്നത്. സലാം സുല്ലമി പറഞ്ഞ ആശയത്തെയാണ് ഖണ്ഡിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുക്കളയത്തെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. പറയട്ടെ. അപ്പൊ അതുകൊണ്ട് ആ സഹീഹുൽ ബുഖാരിയുടെ ക്രോഡീകർത്താവായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു തന്റെ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ ഒരുപാട് ദഈഫായ ഹദീസുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ബുഖാരി ഇമാം അത് ചുരുട്ടിയെറിഞ്ഞില്ല? നിങ്ങൾ പറഞ്ഞു അത് ചുരുട്ടിയെറിയണം. ഈ ദഈഫായ ഹദീസ് ചുരുട്ടിയെറിയണം. ഇത് എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? എവിടുന്ന് കിട്ടി? പറയൂ. ഞാന് തുടക്കത്തിൽ പറഞ്ഞ നബിദിനത്തിലൊക്കെ തന്നെ വരുന്നുണ്ട്, അത് മറന്നുപോയിട്ടില്ല. പക്ഷെ ഇപ്പോ ഈ ചുരുട്ടിയെറിയെന്ന് പറഞ്ഞെന്താരോ, ഞാൻ ഫസ്റ്റ് ബുഖാരിയുടെ ഹദീസ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് വേർതിരിവ് വന്നു, സഹീഹ് വേറെ അല്ലാത്ത ദഈഫ് വേറെ എന്ന് ബുഖാരിയിൽ എന്തിനു വന്നു? അതാ ഉസ്താദ് ആദ്യം പറയേണ്ടത്. അതിനുശേഷം നബിദിനം മറന്നുപോയിട്ടില്ല കേട്ടോ, അതിലേക്ക് തന്നെ വരും ഇൻഷാ അല്ലാഹ്. ഞാൻ പറയട്ടെ, എന്താ വ്യത്യാസങ്ങളൊന്നും പറഞ്ഞാൽ ഞാനിപ്പോ ഒരു വിഷയം ഞാൻ പറയട്ടെ. എന്നാ ഞാൻ പറയണമെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്തായാലും ഒന്നാമത് ഞാനൊരു ഇസ്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, പഠിക്കാൻ ഒരു പഠിതാവാണ്.
അപ്പൊ സംശയം വരുമ്പോൾ പണ്ഡിതന്മാരോടും ഇങ്ങനെ നടത്തുന്ന ഉസ്താദുമാരെ ചോദിക്കാൻ പറ്റുക. അപ്പൊ ഉസ്താദിന് എന്നോട് ചോദിക്കാതെ അതിന് ഉത്തരം പറയണ്ടേ? അപ്പൊ നബിദിനത്തിന് ഇസ്ലാമിലെ പ്രമാണം ഇതുവരെ പറഞ്ഞിട്ടില്ല. കുറെ ഉമർമാലുകയോ മുജാഹിദ് പ്രസ്ഥാനം കുറെ നേതാക്കളോ ഓർ ചെയ്തൊന്നല്ല ഇസ്ലാമിലെ തെളിവ്. ഇസ്ലാമിലെ തെളിവ് എന്ന് പറഞ്ഞാല് ഇസ്ലാമിലെ തെളിവാന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. കെ എം മൗലവി ചെയ്തത് ഇസ്ലാമിലെ തെളിവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ നിങ്ങൾ നബിദിനാഘോഷത്തെ പറ്റി ശിർക്ക് എന്നാണ് ഇപ്പത്തെ മുജാഹിദ് പറയുന്നത്. ആ മുജാഹിദ് നബിദിനാഘോഷം ആഘോഷിച്ചവൻ അബൂജഹലിനെ പോലെ നരകത്തിൽ കടക്കേണ്ടവനാണെന്ന് പറയുന്ന മുജാഹിദിന്റെ സ്വന്തം നേതാവായ കെ എം മൗലവി നരകത്തിലോ സ്വർഗത്തിലോ എന്ന് തീരുമാനിച്ചിട്ട് മതി നിങ്ങൾ ആ വാദം ഉന്നയിക്കാൻ. മൈക്ക തരാം, അവിടെ ഇരിക്കുക. അവിടെ നിങ്ങള് ഈ ലഈഫായ ഹദീസിലേക്ക് ഞങ്ങളല്ല എത്തിച്ചത്. ലഈഫായ ഹദീസിനെ കുറിച്ച് നിങ്ങളാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇസ്ലാമിൽ പ്രമാണം വായിച്ചപ്പോ ഖുർആനിന്റെ പ്രമാണം പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു മുൻഗാമികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു മുൻഗാമികൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ സമീപിക്കുമ്പോൾ ഒരു ചോദ്യമേ അല്ല. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിന്റെ പ്രമാണം പറയുന്നിടത്ത് ഖുർആൻ, ഹദീസ്, ഇജ്മാഉ, ഖിയാസ്. മനസ്സിലായോ? ഇജ്മാഉ, ഖിയാസ്, ഈ 4 പ്രമാണങ്ങളാ പറയാറുള്ളത്. അപ്പൊ ഞാനങ്ങനെ അത് വിശദീകരിച്ചു തന്നപ്പോ നിങ്ങൾ എന്നെ ഖണ്ഡിക്കാൻ വേണ്ടി എന്തു പറഞ്ഞു? സഹീഹായ ഹദീസ് എന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹദീസ് എന്ന് നിരുപാധികം പറയുമ്പോ സഹീഹും അതിൽ ഉൾപ്പെടും, ലഈഫും പെടും. അപ്പൊ ലഈഫ് പ്രമാണമാകുന്നത് എങ്ങനെ? ലഈഫ് ഒരുപാട് രംഗത്തു പ്രമാണമാണ്. അപ്പൊ ഹെൽപ്പർ എഴുന്നേറ്റിട്ട് പറയാ ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? സാധാരണക്കാരനായ ഒരു വിവരമില്ലാത്ത ഒരാൾ എന്നോട് ചോദിക്കുക ഏതെങ്കിലും ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ വിവരമുള്ള ഞാനത് പറഞ്ഞു തരുമ്പോ അത് അംഗീകരിക്കണ്ടേ സഹോദര? അല്ലേ? അല്ല, അതവിടെ നിൽക്കട്ടെ. ലഈഫായ ഹദീസ് ഞാനിന് നബിദിനാഘോഷത്തിന് ലഈഫായ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ആയത്തല്ലോ അത്. ആയത്തും ഹദീസും അറിയില്ല എങ്ങനെ? അപ്പൊ അവിടെ നിൽക്കട്ടെ. കൈയോട് താളം കാട്ടാൻ നിൽക്കട്ടെ. കാരണം നേരത്ത് ബൈലക്സിൽ കേൾക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ ശബ്ദം കേൾക്കൂല. ഞാനിങ്ങനെ മറുപടി പറയുന്നത് മാത്രമേ അവർ കേൾക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കും. പറയട്ടെ. അല്ല, അവിടെ ഇരിക്കി, കേൾക്കി. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ നാടന്മാരാണ്, അതുകൊണ്ട് ഉസ്താദ് വിശദീകരിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോ നിങ്ങളത് അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ പേരെന്താ? ഇരട്ടത്താപ്പ് എന്നാ പറയാം. അപ്പോ ഇമാം നബവി പറഞ്ഞതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? തോന്നിവാസം ഇസ്ലാമിൽ കടത്തിക്കൂട്ടൽ വരുന്ന. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് എറിയണം. ഇത് ഗൗരവമുള്ള കാര്യമാണ്. ലഈഫായ ഹദീസ് ചുരുട്ടി എറിയണം. പ്രമാണമെന്ത്? ഖുർആൻ തെളിയിക്കൂ, ഹദീസ് കൊണ്ട് തെളിയിക്കൂ, ഇജ്മാഉ കൊണ്ട് തെളിയിക്കൂ, ഖിയാസ് കൊണ്ട് തെളിയിക്കൂ. എന്റെ അടുത്ത് പ്രമാണമൊന്നുമില്ല, ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞതാണ് എന്നാണ്. ഒന്നാമത് മൈക്ക് വേണ്ടി പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോ എന്റെ ചോദ്യം ഇസ്ലാമിലെ പ്രമാണ തെളിവാണ്. എന്തായാലും ഞാൻ നേരത്തെ ഫസ്റ്റ് സൂചിപ്പിച്ചു, മരണം മുതൽ അങ്ങോട്ട് നമ്മൾ ഒറ്റക്കാണ്, ഒരു പ്രസ്ഥാനം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആദ്യം ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ നാടനും ഞാൻ പണ്ഡിതനും നിങ്ങൾ പറഞ്ഞല്ലേ? നിങ്ങൾക്ക് ഞാനീ പറഞ്ഞത് ഞാനിപ്പോ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ സംബന്ധിച്ച് ഗുരുതരമായൊരു വാക്ക് നിങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിച്ചിരിക്കുന്നു. എന്താണ്? ലഈഫായ ഹദീസ് പല രംഗത്തും പ്രമാണമാണെന്ന് പറയുക വഴി ഇസ്ലാമിൽ തോന്നിവാസങ്ങളാണ് കടന്നു വരിക. അതുകൊണ്ട് ലഈഫായ ഹദീസ് ചുരുട്ടിയെറിയേണ്ടതാണ്. അതിൽ നിങ്ങൾ പിന്മാറിയോ? അത് പറയാം. അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിലേക്ക് കിടക്കാം. അത് പിന്മാറിയല്ലേ? അല്ലെങ്കിൽ അത് പറയും. ലഈഫായ ഹദീസ് ചുരുട്ടിയെറിയണം തന്നെ ഇപ്പോൾ ഞാൻ പറയുന്നത്. അതിൽ മാറ്റമില്ല. മാറ്റില്ലെങ്കിൽ തെളിവില്ലാതെ നിങ്ങളത് പറയുമ്പോൾ എന്താണ് തെളിവ്? സഹോദര ലഈഫായി നിങ്ങൾക്ക് സഹോദര ഈ പറയുന്നത് എന്താണ്? ഇത് പറയുന്നത് കേൾക്കി. നിങ്ങൾക്കുള്ള ഈ അജരത്ത് പിശാചിന്റേതാണ് കേട്ടോ. ഈ ധൃതിപ്പെടുക എന്നുള്ളത് ശൈത്താൻ നിങ്ങളെ ദുർബോധനം ചെയ്യാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, ലഈഫായ ഹദീസ് ചുരുട്ടിയെറിയേണ്ടതാണ്, വാറോലയാണ് എന്ന നിങ്ങളുടെ ഈ വാദമുണ്ടല്ലോ,
അത് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളത് സ്വന്തമായിട്ട് വിശ്വസിച്ചാൽ പോരാ, ആ വിശ്വാസത്തിന് ഏതെങ്കിലും ഒരു ഇമാമിന്റെ കൗല് കൊണ്ട് നിങ്ങൾ പറയണം. ഒന്നുകിൽ ഒരു ഇമാമിന്റെ, ഞങ്ങൾക്ക് ഇമാമിന്റെ കൗലായാലും മതി കേട്ടോ, ഞങ്ങൾക്ക് ഇമാമിന്റെ കൗലായാലും മതി, ഞങ്ങൾ മുഖല്ലിദീങ്ങളാണ്. ഒരു ഇമാമിന്റെ കൗല് നിങ്ങൾ പറയണം. അതല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് സമർത്ഥിക്കണം, അതല്ലെങ്കിൽ ഹദീസ് കൊണ്ട് സമർത്ഥിക്കണം, ഇജ്മാ പറയണം, ഖിയാസ് ഉദ്ധരിക്കണം. ഇത് പറയാതെ നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ചുരുട്ടിയെറിയുന്നു. അതാണ് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കൗമ് അതായത് ജൂത ക്രൈസ്തവർ 72 എന്റെ കൗമ് 73 വിഭാഗമാവും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം വെച്ച്. ആ ഒരു വിഭാഗം ഏതാണ്? സ്വഹാബിൽ അന്വേഷിച്ചോ, ആ ഒരു വിഭാഗം ഏതാണ് റസൂലെ? ആ റസൂൽ പറഞ്ഞെന്താരോ, എന്റെ ചര്യ, ഖുർആൻ സുന്നത്ത്, എന്റെ ചര്യ അനുസരിച്ച് ജീവിക്കുന്നതാണ്. അതാണ് സഹിഹ് ഹദീസിൽ വരുന്നത്. അല്ലാതെ നബിയുടെ വൈഫിന് സഹോദര, നബിയുടെ ചര്യ റിപ്പോർട്ട് ചെയ്ത അത് റിപ്പോർട്ടർമാർ 2 തരത്തിലുണ്ട്. മുതവാത്തിറായ ഹദീസുണ്ട്, അതേപോലെ തന്നെ സഹീഹ ഹദീസുണ്ട്. സഹീഹ ഹദീസിന്റെ ഈ ബുഖാരി ഇമാമിന്റെ അടുക്കൽ സഹീഹ അല്ലാത്ത ഹദീസ് മുസ്ലിം ഇമാമിന്റെ അടുക്കൽ ഒരുപാട് സഹീഹായിട്ടുണ്ട്. ബുഖാരി ഇമാം ദഈഫാണെന്ന് പറയുന്ന ഹദീസ് മറ്റു ഇമാമിങ്ങളുടെ അടുക്കൽ സഹീഹായിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ തെറ്റായ വാദത്തിന് മറുപടി കേൾക്കൂ. നിങ്ങൾ അങ്ങനെ കേൾക്കാനല്ലേ വന്നിട്ടുള്ളത്? പഠിക്കാനല്ലേ വന്നിട്ടുള്ളത്? പഠിക്കൂ, പകർത്തൂ, ചിന്തിക്കൂ. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നല്ലോണം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം കേട്ടോ. അപ്പോ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ പറഞ്ഞ ഹദീസ് ക്ലിയറാണ്. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊള്ളുന്നത്, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊള്ളുന്നതിന് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസിന്റെ പരമ്പര, ആ ഹദീസിന്റെ പരമ്പരയെ പരിഗണിച്ചുകൊണ്ട് ആ ഹദീസിന്റെ പരമ്പരയിൽ നിബന്ധനകൾ പാലിച്ചാൽ, അത് ഒരു ഇമാമിന്റെ നിബന്ധന മറ്റൊരു ഇമാമിന്റെ അടുക്കൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ബുഖാരി ഇമാമിന്റെ അടുക്കൽ സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് സഹീഹാവാൻ ആവശ്യമായ നിബന്ധന മുസ്ലിമിന്റെ അടുക്കലില്ല. ബുഖാരി ഇമാം ഒഴിവാക്കിയ ഒരുപാട് ഹദീസ് സഹീഹാണ്. ബുഖാരി ഇമാം ഇജ്മാഇനെതിരെ വാദിച്ച ആളാണെന്ന് വരെ ഇമാം മുസ്ലിം തന്നെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മുസ്ലിം കാണണ്ടേ, പരിഭാഷ അങ്ങനെ വായിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾ അപ്പൊ ലഈഫായ ഹദീസുകളാണെങ്കിൽ ഇമാം ബുഖാരി തന്നെ തന്റെ അൽ-അദബുൽ മുഫ്രദ് പോലുള്ള ഒരുപാട് കിതാബുകളിൽ ഒരു പിടി ലഈഫായ ഹദീസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് ബുഖാരി ഇമാമിനെ പോലെയുള്ള, ഇമാം അബൂദാവൂദിനെ പോലെയുള്ള, ഇമാം മാലിക് ബിൻ അനസിനെ പോലെയുള്ള, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഒരുപാട് ഇമാമിയങ്ങൾ ഇത് ചുരുട്ടിയെറിയാതെ അവരുടെ സ്വന്തം കിതാബുകളിൽ എഴുതിയെന്ന് മാത്രമല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മസ്അല പറയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. 2 കൊല്ലത്തെ എത്ര സഹീഹ് ഹദീസിൽ കാണുന്നില്ല. പക്ഷേ സഹീഹ് ഹദീസിന്റെ വിശദീകരണത്തിൽ ലഈഫായ ഹദീസ് അവർ സ്വീകരിച്ചു അല്ലേ? എന്തുകൊണ്ട് ഷാഫി ഇമാം സ്വീകരിച്ചു? നിങ്ങൾ പറയുന്നു ചുരുത്തിയെറിയണം, ഷാഫി ഇമാം പറയുന്നു സ്വീകരിക്കണം. നിരുപാധികം സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് വ്യവസ്ഥാപിതമായി ലഈഫായ ഹദീസ് സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്നാണ് പണ്ഡിത ലോകം മുഴുവൻ പറയുന്നത്. നിങ്ങൾ നാടന്മാരുടെ ലോകം എന്താ പറയുന്നത് എന്നുള്ളത് ചിലപ്പോൾ പണ്ഡിതന്മാർ അറിഞ്ഞിട്ടുണ്ടാവില്ല. പണ്ഡിത ലോകം മുഴുവൻ പറയുന്നത് എന്താണ്? സ്വീകരിക്കണം. നിങ്ങൾ പറയുന്നു അത് സ്വീകരിച്ചാൽ അത് തെറ്റാണ്, തോന്നിവാസമാണ്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞു. ഇത് തോന്നിവാസമാണ്, അത് തെറ്റാണ്. എവിടെയുള്ളത്? ലാസ്റ്റ് പറഞ്ഞത് ഇത് ഇങ്ങനെ സമയം കഴിഞ്ഞ് നബിദിനത്തിനെ കുറിച്ച് ചോദ്യങ്ങളുടെ സമയമില്ലാതെ അവസാനം നബിദിനത്തിന് തെളിവ് പറഞ്ഞില്ല എന്ന് പറയരുത്. അതുകൊണ്ട് സഹോദരൻ ഒന്ന്, ഇമാം നബവി തങ്ങൾ അദ്കാറിൽ പറഞ്ഞത് ചുരുട്ടി എറിയേണ്ടതാണോ? ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് ചുരുട്ടി എറിയേണ്ടതാണോ? ഇമാം ബുഖാരി തങ്ങളുടെ അൽ-അദബുൽ മുഫ്രദ് ചുരുട്ടി എറിയേണ്ടതാണോ? ഇതൊക്കെ എറിയണോ എറിയണ്ടേ എന്നൊന്ന് പറയാം. എന്നിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഇതിനെക്കുറിച്ച് ലഈഫ് ഹദീസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചിട്ട് പറയാൻ തന്നെ അടുത്ത ചോദിക്കുക കടന്നോളി. നിങ്ങൾ വിഷയം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് അവസാനം നബിദിനം പറഞ്ഞിട്ടില്ല, നബിദിനത്തിന് തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. അതിന് തെളിവൊക്കെ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടോടെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവസാനം അത് പറയാൻ അവസരം ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകമായി ഉണർക്കാണ്. അതുകൊണ്ട് നിങ്ങൾ വൈക്കെടുത്തിന് ഇനി പറയേണ്ടത് ഇമാം നബവി തങ്ങൾ അദ്കാറിൽ പറഞ്ഞതിനെ കുറിച്ച് എന്ത് പറയുന്നു അത് പറയും. അത് മാത്രം പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞാൽ അടുത്ത പറയാം.
നിങ്ങൾക്ക് ഇഷ്ടമാണ് പറയാം, അത് മാത്രം ഇപ്പൊ പറയൂ. ആൾക്കാർ പറഞ്ഞത് ചുരുട്ടി എറിയണോ എറിയണ്ടേ പറയും. ഇത് സമൂഹം കേൾക്കട്ടെ, നിങ്ങളെ കാഴ്ചപ്പാട് സമൂഹം അറിയട്ടെ, ലോകം അറിയട്ടെ. എന്താണ് ഇമാം അദ്കാർ പറഞ്ഞത് എറിയണോ എറിയണ്ടേ അത് പറയും. സ്വഹീഹല്ലാത്ത ഹദീസ് മുഴുവൻ ആൾക്കാരെ ഇത് തെളിവിന് പറ്റുമെന്ന് പറഞ്ഞത് എറിയണോ എറിയണ്ടേ അത് യെസ് ഓർ നോ പറഞ്ഞാൽ മതി. അത് വേണമെങ്കിൽ വേണമെന്ന് അല്ലെങ്കിൽ വെറുതെ സമയം കളഞ്ഞിട്ട് എഴുതിയോ. അടുത്ത ചോദ്യം ചോദിക്കാം. നവീന ആൾക്കാർ പറഞ്ഞത് എറിയണോ എറിയണ്ടേ അത് പറഞ്ഞോ, അത് ഞങ്ങൾ സ്വീകരിക്കില്ലെങ്കിൽ എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് പറയാൻ പറയും. ഹദീസ് സ്വഹീഹ് അല്ലെങ്കിൽ എറിയണം. നവീമാം അധികാരിൽ തെളിവാണെന്ന് പറഞ്ഞ അത് എന്താ നിങ്ങൾക്ക് സ്വരിയായി പറയാൻ ഇത്ര മടി? നവീമാം അധികാരിൽ പറഞ്ഞത് ഇല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞ കിതാബ് തന്നെ ഞങ്ങൾ പരിശോധിച്ചോളി. അല്ലെങ്കിൽ ആൾക്കാരിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പറയും. ഹദീസ് സ്വഹീഹ് അല്ലെങ്കിൽ എറിയണം. എന്തിനാണ് അങ്ങനെ നിങ്ങൾ മൗട്ടി പറയുന്നത്? വ്യക്തമായി പറയൂ. നവീമാം അധികാരിൽ സ്വഹീഹ് സ്വീകരിക്കണം. ലൈഫായ ഹദീസ് കൊണ്ട് പല കാര്യങ്ങൾക്കും തെളിപിടിക്കാമെന്ന് പറഞ്ഞത് തള്ളണോ തള്ളണ്ടയോ അത് പറയും. ഇമാം നവവിയായാലും ആരായാലും എറിയണം. മതി. അല്ലാഹു ഇമാം നവവി തങ്ങൾ പറഞ്ഞത് തള്ളണമെന്ന് നിങ്ങളിവിടെ വളരെ വ്യക്തമായി പറഞ്ഞു. അത് തന്നെ ഈ മുഖാമുഖത്തിൽ നമുക്ക് ഏറ്റവും വലിയ മുതലായി. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യം ചോദിച്ചോളൂ. വെറുതെ അതേപോലെ സമയം കളയുന്നു. ഓക്കെ. അപ്പോ ആ ചോദ്യം നേരത്തെ പറഞ്ഞ പിന്നെ ലൈഫ് ഹദീസ വിഷയം പറഞ്ഞത് ശരിയായി. ഇപ്പോ സൈലന്റ് പ്ലീസ്. എന്റെ വിഭാഗം 73 72 നരകത്തില് 1 സ്വർഗത്തില്. അപ്പൊ ഈ സ്വർഗത്തിൽ പോകുന്ന വിഭാഗമാണ് ഈ നബിദിനം ആഘോഷിക്കുന്നതെങ്കിൽ ഒരു ലൈഫായ ഹദീസ് എങ്കിലും ധരിച്ചോളൂ. സഹോദര, നിങ്ങൾ സ്വഹാബത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് തെളിവ് പറഞ്ഞു. എന്തിനാണ് ലൈഫ് ഹദീസ് ഉദ്ധരിച്ച് തെളിവാരേണ്ട ആവശ്യം? പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് തെളിവ് പറഞ്ഞിരിക്കുന്ന ലൈഫ് ഹദീസ് വേണം. ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ അവിടെ നിന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിന് ബേജാറാകണേ? ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനിൽ അപ്പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അടുത്ത് ചോദിച്ചപ്പോ അല്ലേ? അതാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, KNMന്റെ എല്ലാ വിഭാഗവും ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. KNMന്റെ എല്ലാ വിഭാഗവും ഇവിടെ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. ISM എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് നിങ്ങൾ പ്രസ്ഥാനത്തിന് പേരിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? അതിന് ഉത്തരം പറയും. അതിന് മാത്രം ഉത്തരം. ഇസ്ലാമിക പ്രസ്ഥാനവും അതിന് പ്രവർത്തിച്ചാൽ പുണ്യം ലഭിക്കുന്നതുമാണോ നിങ്ങളുടെ KNM? അല്ലേ? ആണെങ്കിൽ നബിതങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ? വാർഷിക സമ്മേളനം കഴിച്ചിട്ടുണ്ടോ? പറയൂ. അതേമാതിരി നബിദിനം എന്നല്ല, ഉസൈദിന് നല്ല തടിന്റെ ആനെ പോലെ എന്നല്ല വാലുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. വിഷയം മാത്രം പിടിക്കാവൂ. നിങ്ങൾ നബിതങ്ങൾ ചെയ്യാത്തത് മുഴുവൻ വിദേഹത്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്മേളനം വിദേഹത്താണ്, നിങ്ങളുടെ ISM വിദേഹത്താണ്, നിങ്ങളുടെ എല്ലാ പരിപാടിയും വിദേഹത്താണെന്ന് പറയേണ്ടി വരും. നബിതങ്ങൾ ചെയ്യാത്തത് വിദേഹത്താണ്, സ്വഹാബത്ത് ചെയ്യാത്തത് വിദേഹത്താണ് എല്ലാവരും നിങ്ങൾ തുറന്നു പറയൂ. നിങ്ങൾ ദിക്ർ ചൊല്ലാറുണ്ട് മരിച്ചെടുത്ത് ഖബറിൽ ചെന്ന് അല്ലാഹുമ്മ തബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംകുൽ ജവാബ്, അല്ലാഹുമ്മ ജാബിൽ ഖബർ അൻ ജംബി. ഏത് ഹദീസിലാണ് സ്വഹീഹായ ഹദീസ് പോയിട്ട് ലൈഫ് ആയിട്ടുള്ള ദിക്ർ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അതിന് പുണ്യമുണ്ടോ അല്ലേ? പറയൂ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഹദീസ് വേണ്ട, ഞങ്ങൾ ചെയ്യുന്നത് സ്വഹീഹാണെന്നാണോ? ലോകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനപരമായ തെളിവാണ് ഖുർആനിൽ പറയുക. നടക്കുന്ന അതേ രൂപത്തിൽ ഖുർആൻ വിശദീകരിക്കില്ല. പരിശുദ്ധ ഖുർആനിൽ 5 വക്ത് നമസ്കാരം പോലും വ്യക്തമായും കൃത്യമായും രൂപം വിശദീകരിച്ചിട്ടില്ല. അത് നിങ്ങൾക്കറിയോ? നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. നിങ്ങളെ സമ്മേളനം നടത്തുന്നുണ്ട്, നിങ്ങൾ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെല്ലുന്നത് ബിദ്അത്താണോ സുന്നത്താണോ? ബിദ്അത്ത് അല്ലെങ്കിൽ അത് നബിയും സ്വഹാബത്തും ചെയ്തിട്ടുണ്ടോ? അതിന് ഉത്തരം പറയും. നബിയുടെ കാലത്ത് ഇത്ര ജനം എന്തായാലും മക്കയിലും മദീനയിലും ഉണ്ടായില്ല, ഇല്ലാന്ന് ഉറപ്പല്ലേ? ഒന്ന്. ഇനി രണ്ടാമത് ദൈവത്ത്. നമ്മളെ ഈ ഇസ്ലാമിന് പുണ്യം ദൈവത്തിനാണ്, എല്ലാം സമ്മേളനത്തിൽ കൂടുന്നതിനല്ല. അതേത് മാതൃകയിൽ നബിയുടെ അതേപോലെ ഇത്ര നബിയുടെ സ്വഭാവം വെച്ചാൽ 1 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷം പങ്കെടുക്കാൻ പാടില്ല. അതാ സുന്നത്തില്ല. 1,01,000 സുന്നത്തില്ല എന്നല്ല, അങ്ങനെ പറയരുത്. ദൈവത്തെ എങ്ങനെ നടത്തുക? അത് നല്ല രീതിയിൽ നടത്തുക. ഇനി എന്റെ ചോദ്യത്തിലേക്ക് വരാം. എന്റെ വിഭാഗം 73 72 നരകത്തിലാണ്, ഒരു വിഭാഗം സ്വർഗത്തിലാണ്. അത് എന്റെ ശരീരം ഖുർആൻ സുന്നത്ത് അനുസരിച്ച് ജീവിച്ചതാണ്. അവരാരെങ്കിലും, അതായത് ആ സ്വഹാബി 300 വർഷം എന്റെ ആ 300 വർഷം ഏകദേശം ആ വർഷത്തിൽ ജീവിച്ച ആരെങ്കിലും ഈ നബിദിനം ആഘോഷിച്ചോ? അതിന് ആഘോഷം. അപ്പൊ ഖുർആൻ നിന്ന് പറ്റൂലല്ലേ? ഞങ്ങൾ ഖുർആൻ വായിച്ചു, പറ്റൂല. ഹദീസ് വായിച്ചു, പറ്റുമെങ്കിൽ പിന്നെ ഈ ചോദ്യം ചോദിക്കരുത്. അവിടെ ഇരിക്കൂ സഹോദര, ഇരിക്കൂ.
നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയം തന്നു, മറുപടി കേൾക്കൂ. നല്ല നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി കേൾക്കൂ സഹോദര. ഖുർആനിന്റെ ഒരു പ്രമാണം പറഞ്ഞപ്പോ അത് പ്രമാണമല്ല എന്നിവർ പറഞ്ഞിട്ടില്ല. ഖുർആനിന്റെ ഒരു പ്രമാണം ഞങ്ങൾ പറഞ്ഞപ്പോ ആ പ്രമാണത്തിൽ ഒരു തെറ്റുണ്ട് എന്നിവർ പറയുന്നില്ല. ഹദീസിന്റെ പ്രമാണം പറയുമ്പോൾ അതിൽ ഒരു തെറ്റുണ്ടെന്ന് അയാൾ ഫീഹി ഉലുത്തൂനെ കുറിച്ച് ഒരു പരാമർശം നടത്തിയെങ്കിലും ഞാൻ അതിന്റെ മറുപടി കൃത്യമായി നൽകിയപ്പോ പിന്നെ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. പിന്നെ പൂർവികർ ചെയ്തിട്ടുണ്ടോ എങ്കിലേ അംഗീകരിക്കുള്ളൂ എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ആ വാദം ഇസ്ലാമിന്റെ പ്രമാണത്തോട് പുലബന്ധമില്ല. എന്തുകൊണ്ട് പറയുന്നത് കേൾക്കൂ. മൂടുകല്ല് വെച്ചതിനു ശേഷം മീസാൻ കല്ല് വെക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കാറുണ്ടല്ലോ. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ വഅൽഹിംഹുൽ ജവാബ് വജാഫിൽ ഖബ്റ അൻ ജംബൈ അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസഅ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ഇത് ഖുർആനില്ല, ഇത് ഹദീസിലില്ല, നബി പഠിപ്പിച്ചിട്ടില്ല, ഇത് സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, KM മൗലവി വരെ ചെയ്തിട്ടില്ല. എന്നിട്ടും നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ നിങ്ങളോട് തെളിവ് ചോദിക്കാറുണ്ടോ? അപ്പോ ഞാൻ പറയാം, അതെ, ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണം ഖുർആൻ പറഞ്ഞാൽ അത് ആ പറഞ്ഞ പ്രമാണത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുക എന്നുള്ളത് ഒരു ആരോഗ്യപരമായ ഒരു ചർച്ചയാണ്. അത് നിങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല. ഹദീസ് അതിലൊരു പ്രമാണം പറയുമ്പോൾ അതിൽ വല്ല പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ടോ ആ ആരോഗ്യപരമായ ചർച്ചയിലേക്ക് നിങ്ങൾ വരുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് ഖുർആൻ ഹദീസൊക്കെ അവിടെ നിൽക്കട്ടെ, പിന്നെ ചരിത്രത്തിലുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ തന്നെയാണ് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ട്? നിങ്ങൾ ഇവിടെ മൂടുകല്ല്, ഞാൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കണം കേട്ടോ. ധൈര്യപൂർവ്വം എഴുതിയിട്ട് പിന്നെ ഞാൻ നാടഞ്ഞാണ് കഴിച്ചിടാൻ പറ്റൂല. എന്താ? മൂടുകല്ല് വെച്ചതിനു ശേഷം മീസാൻ കല്ല് വെക്കുന്നതിന് മുമ്പായിട്ട് ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുകയും ചെയ്യുന്ന ഈ തസ്ബീത്ത് ഉണ്ടല്ലോ, ഇത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. കേൾക്കി, ഖുർആനിലില്ല, ഹദീസിലില്ല, ഇജ്മാഇലില്ല, അതുപോലെ സ്വഹാബത്ത് ചെയ്തിട്ടില്ല. പിന്നെ മുജാഹിദ് ചെയ്യുന്നു. അതിനെന്താ തെളിവ്? അതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തരോ, മരിച്ച വ്യക്തികൾ നിങ്ങൾ പൊറുക്കല്ലേ ചോദിക്കുക. ആ പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തു ആവാം. ആ പരിധി പൊറുക്കല്ലേ ചോദിക്കുക. ആ മരിച്ച ഹദീസ് നമ്പർ പോർമില്ല. ഈ വിഷയത്തിലേക്കെല്ലാം വന്നാലും ചോദ്യത്തിലായിരുന്നു. ഒരു മിനിറ്റ്, അത് സഹീഹാണോ ദഈഫാണെന്ന് പോലും ഹദീസ് കാണാതെ നബി എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞുതരാ, പഠിച്ചോ? ഞാൻ പറഞ്ഞുതരാ എന്താ നബി പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാ. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിനദ്ദഫനി, മറമാടി കഴിഞ്ഞാൽ, അല്ല മറമാടി കഴിഞ്ഞാൽ, ദഫൻ വിരമിച്ചു കഴിഞ്ഞാൽ. മലയാളം അറിയില്ലെങ്കിലും അറബിയിലൊന്ന് പഠിച്ചുകൂടെ? ഇദാ ഫറഗ മിനദ്ദഫനി, മറമാടലിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ യഖൂലു, നിർദ്ദേശിക്കുമായിരുന്നു, ഇസ്തഗ്ഫിറൂ ലിഅഖീകും, മയ്യിത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചോളി. നിങ്ങൾ എപ്പോഴാ ചെയ്യുന്നത്? സമയാണ്. ഞാൻ പറയട്ടെ, സമയാണിന് മുമ്പ് ബാങ്ക് കൊടുത്താൽ ഹറാമല്ലേ? അല്ലേ? ഞാൻ പറയല്ല, അയാളിന് മുമ്പ് ബാങ്ക് കൊടുത്താൽ ഹറാമാണ്. നിങ്ങൾ റസൂലുള്ള പറഞ്ഞതിന് മുമ്പ് മൂടുകല്ല് വെക്കുമ്പോ എല്ലാവരും മൂട് തട്ടി പോകുക. നിങ്ങൾ അങ്ങനെ മൂടുകല്ല് വെച്ചതിന് ശേഷം മീസാൻ കല്ല് വെക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന ഈ തസ്ബീത്ത് സ്വഹാബത്ത് ചെയ്തിട്ടില്ല. ഒരു രേഖ കൊണ്ടുവരൂ. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, പൊതുവായിട്ട് ഞാൻ പറയുന്നത് നന്നായി മനസ്സിലാക്കിക്കോ. പൊതുവായിട്ട് ഇസ്ലാമിൽ നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യം, അത് പൂർവികർ ചെയ്താലും ഇല്ലെങ്കിലും അത് പ്രമാണങ്ങളിൽ പൊതുവായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊതുവായ നിലവാരവും നിലയും വെച്ചുകൊണ്ട് അമൽ ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സമ്മേളനങ്ങൾ നബിയും സഹാബത്തും ചെയ്തിട്ടില്ല. നിങ്ങളുടെ മാസികകളിലുള്ള ദഅവത്ത് നബിയും സഹാബത്തും ചെയ്തിട്ടില്ല. പ്രസിഡന്റിനൊരു അധികാരം, ആ അധികാരത്തിൽ സെക്രട്ടറിക്ക് കയ്യർത്താൻ പറ്റില്ല. ഇങ്ങനെ ദഅവത്തിന് പ്രത്യേകമായ അധികാരങ്ങളും അവകാശങ്ങളും വകവെച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സംഘടനാ പ്രവർത്തന രീതി നബിയോ സഹാബത്തോ ചെയ്തിട്ടില്ല.
നബിയും സഹാബത്തും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തെളിവുണ്ട്. എന്താ? ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. അതിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യം നബിയും സഹാബത്തും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പഠിച്ചോ? ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഈ ആയത്തിന്റെ പറയുന്നതാണ്. കേൾക്കൂ സുഹൃത്തെ. നിങ്ങൾ എന്താ ഇത്ര അസഹിഷ്ണുത? മുജാഹിദിന്റെ തനി സ്വഭാവം. കേൾക്കൂ. ഉദു ഇലാ സബീലി റബ്ബിക. ആ ആയത്തിൽ അപ്പോ മുജാഹിദ് ചോദിക്കണം, അതിന് സമ്മേളനം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് സമ്മേളനം നടത്തുന്നതിന് എന്താ തെളിവ്? ഉദു ഇലാ സബീലി റബ്ബിക. അതിന് സമ്മേളനം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിൽ സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അധികാരം എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിയമാവലി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ബൈലോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? താബീങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു മുസ്ലിം ചോദിക്കാൻ പറ്റുമോ? മുസ്ലിം ചോദിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ പറയട്ടെ, പറഞ്ഞത് പ്രമാണം ലഈഫിനെ എങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ. നിങ്ങൾക്ക് എന്ത് പ്രമാണം? ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആനിലൊരു പ്രമാണം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് പൂർവികരുടെ ചരിത്രത്തിലേക്കാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ട് അതിനെ തള്ളാൻ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദഅവത്തിന് പ്രത്യേകമായ രീതിയും സംഘടനാ ശാസ്ത്രവും വികസിപ്പിച്ചുണ്ടാക്കിയ ഒരു ദഅവ പ്രവർത്തന രീതി നബിയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ പൂർവികരിൽ നിന്നോ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? ഇല്ല. ഒന്ന്, തസ്ബീത്ത് എന്ന് പറയുന്ന അമൽ നിങ്ങൾ സമുചിതമായി നടത്താറുണ്ടല്ലോ. ഈ സമയം തെറ്റിക്കൊണ്ടുള്ള, സമയമാകുന്നതിന് മുമ്പുള്ള ഈ തസ്ബീത്ത് എന്നുള്ള ഈ പരിപാടി നബിയോ സ്വഹാബത്തോ KM മൗലവി പോലും ചെയ്തിട്ടില്ല. അപ്പൊ പറയും KM മൗലവി ഇസ്ലാമിന് തെളിവല്ല. അല്ലല്ലോ, KM മൗലവി ഇസ്ലാമിന് തെളിവല്ലല്ലോ. അപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ അതെ, അപ്പൊ KM മൗലവി ഇതുവരെ ചെയ്തിട്ടില്ല. KM മൗലവി വരെയൊക്കെയുള്ള മുസ്ലിമീങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നിട്ട് ഇയാൾ സമ്മതിച്ചു. പിന്നെ എന്തേ തുടങ്ങിയത്? എന്നാ പറയട്ടെ, ഞാൻ പറയട്ടെ, ഈ ആണ് കേൾക്കി. അപ്പൊ എന്നാൽ ഞങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കുക, എന്നിട്ട് അതിനെപ്പറ്റി ചോദ്യം ചെയ്യുമ്പോ ഞങ്ങൾക്ക് അറിയില്ല എന്നറിയാം. നാടന്മാരാണ് അറിയാം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഈ തന്ത്രം ഉണ്ടല്ലോ, അതൊന്നും ഞങ്ങൾ മുമ്പിൽ നടക്കൂല. നിങ്ങളുടെ ഈ ജൽപ്പനപ്രകാരം ഉണ്ടാകുന്ന അനർത്ഥങ്ങളിലേക്കാണ് ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത്. എന്താണ്? നിങ്ങൾ പറഞ്ഞതു പ്രകാരം നിങ്ങളാണ് ഏറ്റവും വലിയ മുബ്തദിഈങ്ങൾ, നരകാവകാശികൾ. ഞങ്ങൾ നിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ജൽപ്പന പ്രകാരം നരകത്തിലേക്ക് ഒന്നാമതായിട്ട് കടക്കേണ്ടവർ നിങ്ങളാണ്. കാരണം നിങ്ങൾ ഖബറിൽ ചെന്നിട്ടൊരു ബിദ്അത്ത് ചെയ്യുന്നു. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. നബി ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, KM മൗലവി വരെ ചെയ്തിട്ടില്ല. അപ്പൊ അവരും ചെയ്തിട്ടില്ല എന്ന് ഇവരും സമ്മതിക്കാം. പിന്നെ എന്നാ അത് തുടങ്ങിയത്? ഈ അടുത്തൊരു 10-15 കൊല്ലമായിട്ട് തുടങ്ങിയതാ നിങ്ങൾ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഞങ്ങളൊരു ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസിന്റെ ഏതെങ്കിലും ഒരു തെളിവ് പറയുമ്പോ നിങ്ങളത് പൂർവ്വകാലത്ത് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യവുമായിട്ട് വരികയാണെങ്കിൽ ഇത് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. വിവരമില്ലാത്ത മൗലവിമാരുണ്ടാക്കിയ ചോദ്യമാണ്. ആ മൗലവിമാരോട് നിങ്ങൾ തിരിച്ചു ചെന്ന് ചോദിക്കണം, തസ്ബീത്ത് എന്ന് പറയുന്ന ഈ അമലിന് ഇസ്ലാമിൽ പൂർവികരുടെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ തെളിവുണ്ടോ? പറയൂ. തസ്ബീത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞു. അതായത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ പൊറുക്കലിനെ തേടലുണ്ടല്ലോ, ആ പരിധി അല്ല, അതിന് ഇതെന്നാണെന്നില്ല ഏത് രീതി വേണേൽ അവലംബിക്കാം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. നമ്മൾ വെറുതെ ഇങ്ങനെ സമയം പോകണ്ട, ചോദ്യത്തിലേക്ക് വരാം. ഒന്ന് തീരുമാനമായിട്ട് പറയാം. അത് നിങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൽ നിന്ന് അതാണെങ്കിൽ ഉസ്താദ് വളരെ വിശദമായി തന്നെ ഉസ്താദ് പറഞ്ഞു, ഇത് ഫറഹ വിരമിച്ചാൽ എന്നാണ്. അപ്പോൾ വിരമിച്ചാൽ എന്ന വിഷയം നിങ്ങൾക്ക് പ്രശ്നമല്ല. ഇസ്തിഗ്ഫാർ എന്ന വാചകവും പ്രശ്നമല്ല. അല്ലാഹുമ്മ സബ്ബിത്ഹു എന്ന് നിങ്ങൾ പുതിയ വാചകം ചെല്ലാം, അല്ലാഹുമ്മ അൽഹിംഹു എന്ന വാചകം ചെല്ലാം. ഇതൊന്നും ഹദീസിലില്ലെങ്കിലും നിങ്ങൾക്ക് ചെല്ലാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഫൽയഫ്റഹു, നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് നബി തങ്ങൾ ജനിച്ച ദിവസത്തിലാകുമ്പോൾ സന്തോഷമല്ലേ സുഹൃത്തെ? അത് റബീഉൽ 12 സന്തോഷമല്ലേ? നബി തങ്ങൾ പറഞ്ഞ സമയം നിങ്ങൾക്ക് പ്രശ്നമല്ല. നബി തങ്ങൾ പറഞ്ഞ വാചകവും നിങ്ങൾക്ക് പ്രശ്നമല്ല. നബി തങ്ങൾ പറയാത്ത, സ്വഹാബത്ത് ചൊല്ലാത്ത വാചകം നിങ്ങൾക്ക് ചെല്ലാം. നബി തങ്ങളും സ്വഹാബത്തും ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. അതിന് നിങ്ങൾക്ക് പ്രശ്നമല്ല.
അല്ല നബിദിനത്തിലാണെങ്കിലോ ആ റബീഉൽ അവ്വൽ 12 തന്നെ നബിയും സഹാബത്തും ചെയ്തതിൽ തെളിവ് വേണമെന്നും ഇത് രണ്ടും അംഗീകരിക്കാൻ പറ്റുമോ? ഇതിനെക്കുറിച്ചും തീരുമാനം പറയും. നബിദിന ആഘോഷം ഞാൻ നേരത്തെ പറഞ്ഞു, നബി വഫാത്തായത് റബീഉൽ 12 അതിന് മറുപടി സമയം കിട്ടുമ്പോൾ 10 മണി കഴിഞ്ഞാൽ പെർമിഷന് ടൈം ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് വിഷയത്തിലേക്ക് വരും. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് സമയം തീർച്ചിട്ട് അവിടെ വേറെ ആളുകളുണ്ട്, അവർക്ക് ചോദിക്കാൻ സമയം കിട്ടില്ല എന്ന് പറയരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നേരം കളയാണെങ്കിൽ അടുത്ത ആൾക്ക് മൈക്ക് കൊടുക്കാം. എന്നാൽ നിങ്ങൾ എല്ലാവരും കൂടി ആണെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ, സമയം കളയരുത്. ഇവിടെ ഇപ്പോ ഈ ചോദ്യം നമുക്ക് അവസാനിപ്പിക്കാം. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിരുദ്ധിക്കൊണ്ട് മനസ്സിലാകുന്നില്ലേ? ഞങ്ങളെ മുഖാമുഖം മുതലായിട്ടുണ്ട്. അടുത്ത ചോദ്യം തള്ളിയിട്ടുണ്ട്, ലൈവ് ആദിച്ച് ചുരുട്ടി എറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലാണ്ട്. നിങ്ങൾ വയല് പറഞ്ഞിട്ട് മനസ്സിലാണ്ട് എന്ന് പറയണ്ട, ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളും. നിങ്ങൾ വിഷയം പറയൂ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം വിട്ടോല്ലേ? ഇതിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്തു പറയുന്നു? നബി തങ്ങൾ ചൊല്ലാത്ത നേരത്തെ നിങ്ങൾക്ക് തസ്ബീഹ് ചൊല്ലാൻ പറ്റുമോ? നബി തങ്ങൾ ചെയ്യാത്ത വാചകം, ചൊല്ലാത്ത സഹാബത്ത് ചൊല്ലാത്ത വാചകം നിങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു. അത് ബിദ്അത്താണോ സുന്നത്താണോ? അത് പറയൂ. അത് ബിദ്അത്താണെങ്കിൽ ആണെന്ന് പറഞ്ഞോളൂ. ഇത് തള്ളേണ്ട വിദ്യത്താണെങ്കിൽ, ചുരുട്ടേറേണ്ട വിദ്യത്താണെങ്കിൽ അത് പറഞ്ഞോളൂ. അടുത്ത ചോദിക്കാം. അള്ളാഹു തബ്ബിതുവിന്റെ സവാൽ അള്ളാഹു മാലിക്കും കുൽ ജവാബി എന്ന് ചൊല്ലുന്ന ആ ദിക്ർ ചെല്ലേണ്ടത് ചുരുട്ടേറിയേണ്ട വിദ്യാത്താണോ, അല്ലെങ്കിൽ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയൂ, അല്ലെങ്കിൽ ചുരുട്ടിയേറണമെന്ന് അടുത്ത് ചോദിക്കാം. ഒന്ന് തീരുമാനാവട്ടെ. മയക്കങ്ങളായാണ് പറഞ്ഞോളി. അപ്പൊ ഞാൻ നബി പറഞ്ഞത് മരിച്ച മയ്യത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുക. ആ വിഷയത്തിൽ ഈ ദിക്ർ നബിതങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ, ചൊല്ലിയിട്ടില്ലേ? ഉസ്താദെ ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ നബിയുടെ കാലത്ത് 1 ലക്ഷം 2 ലക്ഷം ആളുണ്ടാവും. ഇന്ന് ഇവിടെ 6 ലക്ഷം 6 കോടി ആളുണ്ടെങ്കിൽ അത് വിജയത്താണോ? ആളെന്നെ കൂടുതൽ വിജയത്താ? ചൊല്ലിക്കൂടെ? ആളെത്രണ്ടെന്നുള്ള വിഷയം ഇല്ല. 1 ലക്ഷം ആളുകൾ ചെല്ലിയോ ചെല്ലിയ അത് പറയും. ഒരു വായിക്കൊടുക്കൂ, ചെല്ലട്ടെ. പറയട്ടെ. ഞാൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല ഉസ്താദ്, അത് മറക്കരുതേ. പക്ഷെ എന്ന് ചോദിച്ചാൽ ആളെണ്ണം കൂടെ ആവും പിന്നെത്താവൂലേ? അത് നബിയുടെ കാലത്ത് എന്തൊരു ഒരു സദസ്സിൽ ക്ലാസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ആളാണെങ്കിൽ അന്നുണ്ടായത് ഉണ്ട് എന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ, ഇല്ലെങ്കിൽ അത് ചുരുട്ടി എറിയേണ്ടതാണോ അല്ലേ എന്ന് പറയൂ. അതല്ലേ ചോദ്യം. അതിന് ഉത്തരം പറയും. ഈ ദിക്ർ ആരും ചൊല്ലിയിട്ടില്ല. ഇല്ല. അത് നമുക്ക് ചെല്ലാൻ പറ്റുമോ? പറ്റും. 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 പ്രവാചകന്മാരല്ലാത്ത ദിക്റുകൾ ഹദീസ് നിത്യവുമാറി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെല്ലാമെന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം ചോദിച്ചോളി. മൈക്ക് കൊടുക്കൂ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. മൈക്ക് കൊടുക്കൂ. അങ്ങനെ തന്നെ കുടിഞ്ഞാൽ അടുത്ത ആള് മാറും. അടുത്ത പറയട്ടെ. നിങ്ങളുടെ പേരും സ്ഥലവും നിങ്ങൾ ഏത് സംഘടനയാണെങ്കിലും പറയാൻ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ആരംഭിക്കാവുന്നതാണ്. പെട്ടെന്ന് ചോദിക്കണം. സമയം കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞു പറയരുത്. എന്റെ പേര് മുജീബ് റഹ്മാൻ. എന്റെ വീട് കാന്തപുരം. ഞാൻ മുജാഹിദ് പ്രവർത്തകനാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു ദഈഫായ ഹദീസ് നമുക്ക് നബിദിനത്തിന് അങ്ങനെയുള്ള നല്ല കാര്യത്തിനൊക്കെ സ്വീകാര്യമായിട്ട് എടുക്കാമെന്ന്. അതേപോലെ തന്നെ പിന്നെ ഈ ദിക്റുകൾ ഇപ്പൊ തസ്ബീഹ് എടുത്തുകൊണ്ടാണ് ഈ നബിദിനത്തിൽ തെളിവായി കൊണ്ടുവന്നത്. നബിദിനത്തിൽ എന്താണ് പറ്റ നാടനായ എന്താ കാട്ട? ഈ തസ്ബീഹ് നബിദിനത്തിന്റെ തെളിവ്? തസ്ബീഹിന് തെളിവില്ല നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അപ്പോ ഞാൻ പറയട്ടെ സഹോദര, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നാടനാണ്, വിവരമില്ലാത്ത ആളാണ്. വളരെ നല്ല ഭാഷയിലാണ് പറയുന്നത്. നബിദിനമാഘോഷം അതിന്റെ പ്രമാണം ഖുർആനിന്റെ ഒരു ആയത്ത് ഞങ്ങൾ ഉദ്ധരിച്ചപ്പോ, എനിക്ക് കേൾക്കി, നിങ്ങളവിടെ ഇരിക്കുന്ന അയാൾ ചോദിക്കട്ടെ കേട്ടോ. നബിദിനാഘോഷം ഖുർആനിന്റെ ഒരു പ്രമാണം വായിച്ചപ്പോൾ അത് ഞങ്ങൾ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന് അത് അവിടെ വേണം എന്നും തസ്ബീത്തിന് വേണ്ട എന്നും എന്താ വ്യത്യാസം? എന്നാ നബിദിനാഘോഷത്തിന് സൂചന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ മൈക്കിൽ കൂടി പറഞ്ഞാൽ മതി. കാരണം ബൈലക്സിൽ ആൾക്കാർക്ക് കേൾക്കണേ. എനിക്ക് ആയിട്ടില്ല. ഞങ്ങൾ മൈക്ക് തരാം.
തസ്ബീത്തിന് സൂചന തന്നത് റസൂലുള്ള എവിടെ പറഞ്ഞത്? കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിന ദഫനി, മറമാടി കഴിഞ്ഞാൽ യഖൂലു ഇസ്തഗ്ഫിറൂ ലി അഖീകും വസ്അലൂ ലഹു തസ്ബീത്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കുക, തസ്ബീത്ത് ചോദിക്കുക. ഇത് മറമാടി കഴിഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് പറയുന്നുണ്ട്, എന്റെ മറമാടൽ കഴിഞ്ഞതിന് ശേഷം ഒരു ഒട്ടകത്തിന്റെ മാംസം അറുത്തു വിതരണം ചെയ്യുന്ന അത്രയും സമയം. അതാണ് സുന്നികൾ നൂറ്റാണ്ടുകളായിട്ട് ചെയ്തു പോരുന്ന ഒരു ആചാരമുണ്ട്, അതാണ് തസ്ബീത്ത്. എന്താണ്? തെൽക്കീലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ദ്വാർക്കും ബാക്കിയുള്ളവർ ആമീൻ പറയും. എന്താണ് അതിന് പറയുന്നത്? അള്ളാഹുവേ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, ഈ മയ്യത്തിന് ചോദ്യത്തിന് സ്ഥിരത കൊടുക്കണേ, ഈ മയ്യത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ, പുറത്തു കൊടുക്കണേ, കരുണ ചെയ്യണേ. അപ്പൊ ആളുകൾ ആമീൻ ആമീൻ എന്ന് പറയുന്നു. ഇതാണ് യഥാർത്ഥ തസ്ബീത്ത്. ആ തസ്ബീത്ത് അമല് ചെയ്യുന്ന സുന്നികളുടേതാണ് തസ്ബീത്ത്. അതേ സമയത്ത് മുജാഹിദുകൾ നബി ചെയ്തിട്ടില്ലാത്ത, സഹാബത്ത് ചെയ്തിട്ടില്ലാത്ത, താബിഈങ്ങൾ ചെയ്തിട്ടില്ലാത്ത, ഒരാളും ചെയ്യാത്ത ഒരു അമൽ ഇവിടെ ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് പറയുന്നത് അതിന് തെളിവൊന്നും വേണ്ട, അതിന് തെളിവൊന്നും വേണ്ട. കാരണം മയ്യത്തിന് വേണ്ടി പൊറുക്കലെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മയ്യത്തിന് വേണ്ടി മൂടുകല്ല് വെച്ചതിനു ശേഷം മീസാങ്കല്ല് വെക്കുന്നതിന് മുമ്പായിട്ട് ഈ 5 പദാവലികളെ കൊണ്ട് ഒരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ളവരേറ്റ് ചൊല്ലുന്ന രൂപത്തിലൂടെയുള്ള ഒരു തസ്ബീത്ത് ചൊല്ലിക്കോളൂ. നബി പഠിപ്പിച്ചോ? നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ സൂചന കണ്ടിട്ട് സഹാബത്ത് ചെയ്തോ? നിങ്ങൾ പറഞ്ഞു സൂചനയാണ്. എന്നാ സൂചന എന്തിനാ സഹാബത്തിന് മനസ്സിലാകായിരുന്നത്? സഹാബത്തിന് മനസ്സിലായിട്ടില്ല. എന്നാ താബീങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. പിന്നെ അവിടുന്ന് ആർക്കും മനസ്സിലായില്ല. KM മൗലവിക്കും മനസ്സിലായില്ല. അത് നിങ്ങൾ എന്നെ സമ്മതിച്ചു. ഇതുവരെ ഉണ്ടായിട്ടില്ല, നിങ്ങൾ സമ്മതിച്ചു. അപ്പൊ ആ സ്ഥിതിക്ക് ഇപ്പൊ മുജാഹിദ് ചെയ്യുന്നത് ബിദ്അത്തോ സുന്നത്തോ? അതാണ് ചോദ്യം. അത് പറയും. അപ്പൊ നമ്മൾ ചോദിച്ച നബിദിനം നടക്കൂല. അല്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്കാം. പറയും. ഏത് സുന്നത്താണ്? ഇനി ഞാൻ പറയട്ടെ, ഞാൻ തസ്ബീഹ് ചൊല്ലൽ സുന്നത്താണ്. കാരണം റസൂൽ പറഞ്ഞ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഹദീസ് എനിക്കറിയില്ല, അറബി അറിയില്ല, മലയാളം പറഞ്ഞോട്ടെ. എന്താ ഇങ്ങനെ പടുജാഹിലായ കാറ്റ്? അല്ല, നിങ്ങളെ ആലിമാണല്ലോ. പറഞ്ഞത് അബൂദാവൂദിന്റെ ഹദീസ് ഞാൻ പറയട്ടെ. അപ്പോൾ തസ്ബീത്ത് സുന്നത്താണ്. നിങ്ങളുടെ വാദം എന്താ? തസ്ബീത്ത് സുന്നത്താണ്. തെളിവെന്താ? നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാ ഹദീസ്? നിങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞ ഹദീസ് ഏതാ? മറമാടി കഴിഞ്ഞാൽ തസ്ബീത്ത് ചോദിച്ചോളൂ. അത് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ സുന്നികൾ ചെയ്യുന്നുണ്ട്. മറമാടി കഴിഞ്ഞിട്ട് ചോദിക്കുന്നവർ ഞങ്ങളാണ്. നിങ്ങൾ മറമാടി കഴിഞ്ഞാൽ മൂടും തട്ടിയിട്ട് ഒരു മണ്ടലല്ലേ നിങ്ങൾ? അല്ല, ഞാൻ കളവല്ല. അപ്പോ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞത് കളവല്ല. മറമാടി കഴിഞ്ഞതിനു ശേഷമാണ് റസൂലുള്ള തസ്ബീത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അത് കളവല്ല. മറമാടി കഴിഞ്ഞതിനു ശേഷമാണ് റസൂലുള്ള തസ്ബീത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അത് കളവല്ല. കണ്ടോ? ഹദീസ്, അബൂദാവൂദിന്റെ ഹദീസ്. ഇത് കേരള നദ്വത്തുൽ മുജാഹിദീൻ ഇറക്കിയ പുസ്തകം. ഇതിൽ പറയാം, ഉസ്മാന റളിയല്ലാഹു അൻഹു ഖാല കാന റസൂൽ. നിങ്ങളെ മദ്രസ പുസ്തകത്തിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മല്ല? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്തി വഖഫ അലൈഹി. അർത്ഥം വെക്കുന്നത് കേൾക്കുക. നിങ്ങൾ പറ്റ നാടന്മാരാണ്, അതുകൊണ്ടാ പറയുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ തങ്ങളായിരുന്നു, ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്തി, മയ്യിത്തിന്റെ മറമാടൽ കർമ്മത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, വഖഫ അലൈഹി, എന്നിട്ട് അവിടെ നിൽക്കുകയാണ്, വയഖൂലു വഖാല, എന്നിട്ട് നിർദ്ദേശിച്ചു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊള്ളുക, വസ്അലൂ ലഹു തസ്ബീത,
തസ്ബീത്തിനെ ചോദിക്കുകയും ചെയ്യുക. എന്നിട്ട് അതിന് കാരണം പറഞ്ഞാൽ അറിയോ? ഫഇന്നഹു അൽആന യുസ്അലു, ഇപ്പോഴാണ് മുൻകർ നക്കീർ അലൈഹിസ്സലാം ചോദിക്കാൻ വേണ്ടി വരുന്നത്. ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് നിങ്ങൾ ചെയ്ത തസ്ബീത്ത് അല്ല. ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം കൂടി ചോദിക്കാം സഹോദര, നിങ്ങൾ നാടനായതുകൊണ്ട് പറയണം. ഇഷാക്ക് സമയാകുന്നതിന് മുമ്പ് ഇഷാക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഇവിടെ സമയാകുന്നതിന് മുമ്പ് നിങ്ങൾ തസ്ബീത്ത് എന്നുള്ളതോ? അഞ്ഞു വായിക്കൊടുക്കാം. അപ്പൊ ഇതുവരെ നബിദിനുള്ള തെളിവ് കിട്ടിയില്ല. പിന്നെ അത് ഞാൻ പറയട്ടെ തസ്ബീഹ് സമ്മതിച്ചില്ലേ? തസ്ബീഹ് നമ്മൾ പറയട്ടെ, നിങ്ങൾ പറയാൻ സമ്മതിച്ചത്. പിന്നെ ഞാൻ 10 കൊല്ലം സുന്നി മദ്രസ പഠിച്ചതാണ്. ഒരൊറ്റ ക്ലാസ്സിലും നബിദിനെ കൈക്ക് ഫർളാണെന്നോ സുന്നത്താണെന്നോ ഒരു ക്ലാസ്സിലും പഠിപ്പിച്ചില്ല. പ്രവാചകൻ പഠിപ്പിച്ചത് ഇമാസത്തുൽ അദാ അനി ത്വരേക്ക്, വൈന്ന് ബുദ്ധിമുട്ട് നീക്കി കൊടുക്കണം. ആ പ്രവാചകന്റെ ആളുകളായ നമ്മൾ അല്ല. അപ്പൊ എന്തൊക്കെ പൊട്ടപ്പോയത്തായി പറയുന്നത്? അപ്പൊ നിങ്ങളുടെ സമ്മേളനത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൽ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ഇങ്ങോട്ട് കേൾക്കൂ സഹോദര. രാമനാട്ടിലുള്ള സംസ്ഥാന സമ്മേളനം അവിടെ ബ്ലോക്കായിട്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഹറാമാണോ? നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം ഹറാമാണോ? ഇനി നിങ്ങളുടെ മറ്റേ മുജാഹിദിന്റെ സംസ്ഥാന സമ്മേളനം വരുന്നുണ്ട്, 8ാം മുജാഹിദ്. 8ആയി പൊട്ടിയ വട്ടപൂജ്യമായ മുജാഹിദിന്റെ ഒരു സമ്മേളനം വരുന്നുണ്ട് കോട്ടക്കൽ. എത്ര വണ്ടിയോടെ ബ്ലോക്കാകും? ഹറാമാണോ? ഹറാമോ? ഞാൻ പറയട്ടെ, ഹറാമല്ല. ഞാൻ പറയട്ടെ, ഹറാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി, ഗതാഗതത്തിന് വേണ്ടി നമ്മൾ മനഃപൂർവ്വമല്ലാതെ നമ്മൾ നമ്മുടെ വാഹനം ഓടിച്ചതുകൊണ്ടോ നമ്മളൊരു റാലി നടത്തിയതിന്റെ പേരിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദീനിയായ ഒരു പ്രവർത്തനം നടത്തിയതിന്റെ പേരിലോ ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ ഒരു ബ്ലോക്ക് വന്നാൽ അത് ഹറാമാണ്. തെളിവ് എവിടെ? വെറുതെ അങ്ങനെ ഈ നാടന്മാരിങ്ങനെ മസല അറിഞ്ഞാൽ പോരാ. ആ പ്രവാചകൻ പഠിപ്പിച്ചത് സമ്മേളനത്തിൽ പോയിട്ടാണ് പറയണം. അതെ പറയട്ടെ. അല്ല സഹോദര, നബിദിനം ഇവിടെ വിശദീകരിച്ചു, അതിന്റെ പ്രമാണവും വിശദീകരിച്ചു. അത് സുന്നത്തായ ഒരു കർമ്മമാണ്. അതിൽ നിങ്ങൾ ബേജാറാണ്ട, ഞങ്ങൾ പെറ്റായിട്ടാണ് പറയണ്ടേ. അത് സുന്നത്തായ ഒരു കാര്യമാണ്. ഇസ്ലാമിൽ പുണ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ സമയം അവസാനിച്ചു, വീണ്ടും 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ മുഖാമുഖത്ത് കൊണ്ട് ഏതായാലും നമുക്ക് വലിയ ഉപകാരം ലഭിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്ന ഈ മുജാഹിദീങ്ങളായ ആളുകൾ അവർക്ക് ഹദീസ് അറിയില്ല. പക്ഷേ സക്കരിയ സലാഹിയോ അല്ലെങ്കിൽ ഹുസൈൻ സലഫിയോ ആരെങ്കിലും ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് കണ്ണും ചുണ്ടി അംഗീകരിച്ചു വന്നവരാണ് ഇവർ ചോദിക്കാൻ വന്നവർ, അഥവാ അന്ധമായിട്ട് കിരീത് ചെയ്യുന്ന അദ്ദേഹം. അതെ, ഒരു മിനിറ്റ് തരാം. ഞാൻ പറയുന്നത് ഞാൻ ശാന്തമായിട്ട് പറയാം. അവിടെ ഇരിക്കും, പ്ലീസ് സുഹൃത്ത് ഇരിക്കും. നിങ്ങളൊക്കെ സത്യം ഞങ്ങളിൽ നിന്ന് കേൾക്കാൻ വേണ്ടി വന്ന സുഹൃത്തുക്കളാണ്, ഞങ്ങൾക്കറിയാം. അപ്പോ നമുക്കൊരു സമയം നിശ്ചയിക്കല്ലേ. 10 മണി കഴിഞ്ഞതുകൊണ്ട് ചില പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നിയമപരമായ പ്രശ്നങ്ങൾ കേട്ടോ. അപ്പൊ അത് ഞങ്ങൾക്ക് നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഇരിക്കുമ്പോൾ പ്രശ്നമുണ്ട്. എനിക്ക് ഇവിടുന്ന് പോയാൽ മതി. അപ്പൊ തരാം. അപ്പോ ഇനി ഇദ്ദേഹത്തിന് 1 മിനിറ്റ് ചോദിക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുകയാണ്. ഇദ്ദേഹത്തിന് 1 മിനിറ്റ് ചോദിക്കുക. അപ്പൊ ഞങ്ങൾ അതിന് നൽകുന്ന മറുപടി നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പ്ലീസ് മൈക്ക് കൊടുത്തോളൂ. നബിദിനത്തിന്റെ വിഷയമല്ല, വേറൊരു ചോദ്യമാണ് ഉസ്താദേ. ഈ സുന്നി ആദർശിന്റെ വേറൊരു ചോദ്യം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, സൂറത്ത് നഹലിന്റെ 78-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. ചോദ്യം,
ഈ ചോദ്യത്തിന്റെ അർത്ഥം ഞാൻ വളരെ ചെറിയൊരു പിന്നെ ഓർഡർ ആയിട്ടെങ്കിലും വളരെ കാര്യം പറയാം. ഒരു മിനിറ്റ്. ആയത്തിൽ ചോദ്യം ഈ ആയത്തിൽ പറയുന്നത് നിങ്ങളുടെ ഉമ്മയുടെ വയറിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. ആ പറയില്ല, ജനങ്ങറിയില്ല സാർ. ഈ ജനങ്ങറിയില്ല. നിനക്ക് ചോദിക്കാനാ സമയം തന്നിട്ടുള്ളത്. ചോദ്യം ചോദിക്കും. അല്ലല്ല അവിടെ ഇരിക്കവിടെ ആ ജാതി മുക്കളവൻ കേട്ടോ. നിങ്ങൾ അല്ല, നിങ്ങളൊരായത്തോതി അവിടെ ഇരിക്കവിടെ. ഒരു മിനിറ്റ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം തന്നിട്ടുള്ളത്. അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാക്കി. റിഫായ് ഷെയ്ഖ് ഉമ്മയുടെ വയറ്റിൽ വരാൻ വേണ്ടി അള്ള പേടിച്ചുകൊണ്ട് 4 സ്വർഗം കൊടുത്തുവെന്ന് പിന്നെ മാലപ്പാട്ടുകൾ കാണാം. അള്ള പറയുന്നു നിങ്ങൾ ഹൃദയവും കാഴ്ചയെല്ലാം ജനത്തിന് ശേഷമാണ് കിട്ടുന്നതെന്ന്. എന്നാൽ എന്തുകൊണ്ട് റിഫായ് ഷെയ്ഖ് 4 സ്വർഗം കൊടുത്തു? ഏതാണ് ചോദ്യം. അത് അള്ളാഹുടെ ഹൃദയവും കാതും കേൾവിയെല്ലാം ജനത്തിന് ശേഷമാണെന്ന്. എന്നാൽ ഉമ്മയുടെ വയറ്റിന് പുറത്ത് വരാൻ വേണ്ടി അള്ള 4 സ്വർഗം കൊടുത്ത് റിഫായ് ഷെയ്ഖിന്. മാത്രമല്ല ഇനി ഈസാ നബിയെ കണക്ട് ചെയ്ത് ഈസാ നബിയുടെ കറാമത്തും മോചിതത്തും മോചിതത്താണ് മോചിതത്ത്, കറാമത്താണ് കറാമത്ത്. എന്തായാലും അത് ഖുർആനിൽ തെളിവുണ്ട്, ഇതിനെ തെളിവുണ്ട്, റിഫായ് ചെയ്യുന്ന തെളിവ് വേണ്ട. അള്ളാഹു പേടിച്ചു അംഗീകരിച്ചു. ആ മാലപ്പാട്ടത് പാടിക്കാണേ. അല്ല പച്ചക്കള്ള പറഞ്ഞിരിക്കുന്നു റിഫായ് ഷെയ്ഖിന്റെ പേര്. അങ്ങനെ നിങ്ങളെ നോണ പറയല്ലേ അവസാന നിമിഷത്തിൽ. അള്ളാഹു ഇല്ലാത്ത നിങ്ങളിപ്പോ പറഞ്ഞത് നിങ്ങൾ വായിക്കണം കേട്ടോ. ഈ ആയിരക്കണക്കായ ജനങ്ങളെ കബളിപ്പിച്ച മാന്യ മനുഷ്യ, നാളെ പരലോകത്തെത്തുമ്പോ ഈ ഔലിയാക്കൾ നിന്നെ കാണും. അത് വിചാരിച്ചാൽ മതി. ഞാൻ പറയാം, അവിടെ ഇരിക്കെ ഞാൻ പറയാൻ മൈക്ക തരാം. ഈ മാലപ്പാട്ടിൽ അള്ളാഹു പേടിച്ചു, നീ പറഞ്ഞ വാക്കാണ്. അള്ളാഹു പേടിച്ചു സ്വർഗം നൽകിയ സംഭവം മാലപ്പാട്ടിലുണ്ട് എന്ന് നീ പറഞ്ഞു. അത് പാടണം. അത് പാടാതെ നിന്നെ വിടാൻ തൽക്കാലം ഞങ്ങൾ സമയം കഴിഞ്ഞാൽ വിടും. ഈ ചണ്ടി ചാടാൻ പഠിക്കലും പാടില്ല എന്റെ പരിപാടി. അല്ലല്ലോ, പച്ച നോളം പറഞ്ഞിട്ട് പാടാതെ വരില്ലേ. പാട്. ഒരു കാര്യം അല്ലല്ല, ഓന് പാടാൻ തയ്യാറില്ലെങ്കിൽ മൈക്ക് കൊടുക്കണ്ട. ഞാൻ പറയട്ടെ, അവിടെ ഇരിക്കുക. ഞാൻ ഒരു കാര്യം ഇതാ, ഈ ഇരിക്കുന്ന അലവി ദാരിമി അബ്ദുൽ വഹാബ് ദാരിമി ആസിഫ് ദാരിമി ഈ ഉള്ളവനും ഞങ്ങളിവിടെ മുഖാമുഖത്തിന് വന്നിരിക്കുന്നു. ഷക്കീർ ദാരിമി. ഞങ്ങൾ 5 പേരാണ്. ഞങ്ങൾ ഏവിസ്ഥാനം ഞങ്ങൾ 5 പേരെയാണ് നിയമിച്ചിട്ടുള്ളത്. നിങ്ങളിവിടെ ഒരു സ്വകാര്യ മുഖാമുഖം നടത്തിയല്ലോ. അതിലാരൊക്കെ പങ്കെടുത്തത്? അബ്ദുൽ ജബ്ബാർ മൗലവി, സക്കരിയ സലാഹി, ഫൈസൽ മൗലവി, അബ്ദുൽ മലിക് സലഫി, നസറുദ്ദീൻ റഹ്മാൻ. ഇപ്പോ തിരിച്ച് കണ്ടം ചാടി ഇപ്പൊ പറയുന്നത് ഇവർ കാഫിറാന്നാണ്. അദ്ദേഹം ഇവർക്ക് എതിരിൽ വാദപ്രതിവാദം നടത്തി പത്തപരിയത്ത്. അതുകൊണ്ട് അയാളെ ഞങ്ങൾ ഒഴിവാക്കുകയാണ്. ഞാൻ പറയട്ടെ, ഞങ്ങൾ 5 പേർക്ക് ബദലായിട്ട് അമീർ ഒതുക്കുങ്ങലടക്കം 5 പേര് നേർക്ക് നേരെ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് നിങ്ങള് ബാങ്ക് ഓഡിറ്റോറിയത്തിന് സ്വകാര്യം പറഞ്ഞുകാണ്ട് ഞങ്ങളായിട്ട് അറിയിക്കാതെ ഒരു മുഖാമുഖം നടത്തിയല്ലോ. സക്കരിയ മൗലവി, ജബ്ബാർ മൗലവി, ഫൈസൽ മൗലവി, അമീർ മൗലവി ഒതുക്കുങ്ങൽ, പിന്നെ ഏതൊരു സലഫീൻ, ബഷീർ സലഫിയാന്ന് തോന്നുന്നു. ഞങ്ങൾ ഈ ഉള്ളവൻ അബ്ദുൽ വഹാബ് ഹൈതമി, ആസിഫ് ദാരിമി, ഷക്കീർ ദാരിമി, അലവി ദാരിമി, ഞങ്ങൾ 5 പേര്. നിങ്ങൾ മാലയുടെ പേരിൽ പച്ചക്കള്ളം. അള്ളാഹു പേടിച്ച് സ്വർഗം കൊടുത്തു. ഇയാൾ പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റിഫായി ശൈഖിന് അള്ളാഹു പേടിച്ച് സ്വർഗം കൊടുത്തു. മാല പാടൂ? ഇല്ല, അങ്ങനെയല്ല, അങ്ങനെ സംഭവമില്ല. എന്നാ കൊണ്ടുവരും, തെളിവ് ഹാജരാക്കൂ. രേഖ പിന്നെ അല്ല ഇരിക്കും. അയാൾക്ക് പറയാനുള്ളത് മൈക്കിലൊന്ന് പറഞ്ഞാട്ടെ, എന്നാലേ ബൈലക്സിൽ കേൾക്കുള്ളൂ. KCR ഞങ്ങളൊക്കെ ക്ലിപ്പാക്കുന്നുണ്ട്. അപ്പോ റിഫായി ഷെയ്ഖ് ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി 4 സ്വർഗം കൊടുത്ത ഈ ഒരു കാര്യം മാലപ്പാട്ടിലുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചോ. എന്നാ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇല്ല. അള്ളാഹു പേടിച്ചുകൊണ്ട് സ്വർഗം കൊടുത്തു എന്ന് നിങ്ങൾ 1 മിനിറ്റ് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തോതി. എന്നിട്ട് എന്താ ആയത്തോതിയത്? എന്നിട്ട് അതിനു വേണ്ടി ഇതാ പറയുന്നത്. എന്നിട്ട് ഇതിന് അള്ളാഹു പേടിച്ച് സ്വർഗം കൊടുത്തു. ഇങ്ങനെ മാലപ്പാട്ടിലില്ല.
അത് ഉണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ഒരു സംവാദം കൊണ്ട് തെളിയിക്കാൻ കഴിയോ? ജബ്ബാർ മൗലവിനെ ഹാജരാക്കൂ, മൈക്ക തരാം. അവിടെ ഇരിക്കും. നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ഒരു ഉമ്മ പെറ്റാണല്ലേ, എന്തത്ര ധൃതി? നിങ്ങൾ നബവി ഇമാമിനെ തോന്നിവാസിയാക്കി, KM മൗലവിയെ തള്ളിപ്പറഞ്ഞു. കണ്ടോ, ആയിരക്കണക്കിന് ആളുകൾ പറയുന്നു നിങ്ങൾ നബവി ഇമാമിനെ തള്ളിപ്പറഞ്ഞു. മഹാനായ റിഫായി ശൈഖിന്റെ പേരിൽ പച്ച കള്ളം ഇവിടെ പറഞ്ഞു. അള്ളാഹു പേടിച്ചുകൊണ്ട് സ്വർഗം നൽകി എന്ന നുണ ഇവിടെ പറഞ്ഞു. അത് പാടാൻ വേണ്ടി പറഞ്ഞപ്പോ എനിക്കറിയൂല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമം നടത്തി. അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു വെല്ലുവിളി ഇവിടെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരു മിനിറ്റ് അല്ല ചോദിച്ചത്, നുണ പറയാൻ വേണ്ടി ഒരു മിനിറ്റ് ചോദിച്ചില്ലേ? ആ നുണ പറയാൻ വേണ്ടിയുള്ള ഒരു മിനിറ്റിന് ആ നുണ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചില്ല. അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞു, മുഹിയുദ്ദീൻ ശൈഖ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖിന്റെ പേരിൽ കളവ് പറഞ്ഞു, അത് ഖുർആന്റെ ആയത്തോടിയിട്ട് കളവ് പറഞ്ഞു. ഞാൻ നിങ്ങളെ സ്നേഹത്തോടുകൂടി നസീഹത്ത് ചെയ്യട്ടെ. നിങ്ങൾ പറഞ്ഞു ഞാൻ ആദ്യം ഒരു സുന്നിയായിരുന്നു, സത്യം മനസ്സിലാക്കി മുജാഹിദായതാണ് ഒറിജിനൽ മുജാഹിദ് എന്ന് പറഞ്ഞു. നിങ്ങൾ മുജാഹിദായതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആയത്തോതിയിട്ട് ഈ കളവ് പറയാൻ നിങ്ങൾക്ക് ധൈര്യം വന്നത്. നിങ്ങൾ മുജാഹിദായതുകൊണ്ടാണ് നബവി ഇമാം പറഞ്ഞത് ദീനിൽ തോന്നിവാസം കടത്തിക്കൂട്ടാൻ വേണ്ടിയുള്ള ആശയമാണ് എന്ന് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ മുജാഹിദായതുകൊണ്ടാണ് KM മൗലവി വരേക്കുമുള്ള ഒരാളും ചെയ്യാത്ത ഒരു നടപടി, ആ നടപടി അത് ഖുർആനും ഹദീസിലൊന്നും തെളിവില്ലെങ്കിലും അത് സുന്നത്താണ്, അത് ഞങ്ങൾ ചെയ്യും. അതിലെന്താ തെളിവ്? അതിന് തെളിവാണ്ട, അതിന് സൂചന മതി. ആ സൂചനയുള്ള ഹദീസോ ആ ഹദീസ് ഇതാണ്, അതിനങ്ങനെ സൂചിപ്പിച്ചിട്ടില്ല, അതിനെതിരാ സൂചിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇരിക്കും. നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങളൊരു നുണ പറയാൻ വേണ്ടി ഉപയോഗിച്ചതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ആ ബെയ്ത്ത് മാലപ്പാട്ടിൽ പറയുന്നു, അള്ളാഹു പേടിച്ചു സ്വർഗം നൽകിയ കാര്യം പറയുന്നു. അത് ആയത്തോതിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. ആ പാട്ട് പാടാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ മൈക്ക തരാം, ഇല്ലെങ്കിൽ മൈക്ക തരൂല. പാട്ട് പാടാൻ തയ്യാറുണ്ടോ? എന്നാ കുറിച്ച് മൈക്ക. ഞാൻ പറഞ്ഞത് അള്ളാഹ് ആ പാട്ട് പാടാൻ പറ്റുമെങ്കിൽ പറയുക. കാരണം പെർമിഷന്റെ സമയം മൈക്കന്റെ ആൾ പ്രശ്നമാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവസാനം വീണ്ടും ഞങ്ങൾ ഈ എല്ലാം സഹിച്ചുകൊണ്ട് സമയം തന്നതാണ്. അതുകൊണ്ട് അള്ളാഹു പേടിച്ചുകൊണ്ട് ഈ സ്വർഗം നൽകി എന്ന് പറയുന്ന ആ വാചകം നിങ്ങൾക്ക് പാടാൻ പറ്റുമെങ്കിൽ പാടുക, അല്ലെങ്കിൽ മൈക്കില്ല. അതുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ മൈക്കില്ല. ആ പാട്ട് നിങ്ങൾക്ക് പാടാൻ പറ്റുമോ ഇല്ലയോ? അല്ലാഹു അക്ബർ. ഇനി നിങ്ങൾ കളവ് പറഞ്ഞുകൊണ്ട് ആ സമയം വേസ്റ്റാക്കിയിരിക്കുന്നു. ഇനി നിങ്ങൾ ഈ പറയുന്ന മാലപ്പാട്ടുമായി അതുപോലെയുള്ള മറ്റു വിഷയങ്ങളും ഒക്കെയായി ഇവിടെ വന്ന സക്കരിയ സലാഹിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ കൊണ്ടുവരിക. അവിടെ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കാണിച്ചു തരാം മാലയിൽ എന്താണുള്ളത്, മാലയിൽ എന്താണ് പറയുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. ധൈര്യമുണ്ടെങ്കിൽ ഈ ഇവിടെ വന്ന 5 ആളുകളെ കൊണ്ടുവരിക, നിങ്ങൾ മാലയുമായി വരിക. അതല്ലാതെ ഇനി നേരം പുലരുന്ന വരെ സമയം തന്നില്ല എന്ന് പറയരുത്. 1.5 മണിക്കൂറോളം സമയം തന്നിട്ട് നിങ്ങൾ അവസാനം വെച്ചിട്ട് 1 മിനിറ്റ് നിർത്താൻ പോകുമ്പോൾ ചോദിച്ചിട്ട് ഉസ്താദ് അവർ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് സമയം തന്നത്. എന്നിട്ട് ആ സമയം പോലും നിങ്ങൾ കളവ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മാല പോലും തഖ്ലീദ് ചെയ്തുകൊണ്ട്, അന്ധമായി നേതാക്കളെ തഖ്ലീദ് ചെയ്തുകൊണ്ടാണ് മാലയുള്ള കാര്യം പോലും നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഖുർആൻ എന്തിനാ? നിങ്ങൾ ഖുർആനും ഹദീസും നോക്കുന്നില്ല. ഹദീസിന് നിങ്ങൾ ഞങ്ങൾ ശാഫി ഇമാമിനെ പിൻപറ്റുമ്പോ അത് തെറ്റാണെന്ന് പറയുന്നവർ, നിങ്ങളുടെ മൗലവിമാര് പറയുന്നത് ഹദീസ് വായിക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് അർത്ഥം അറിയില്ലെന്ന് പറഞ്ഞിട്ട് മൗലവിമാരെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്നവര് എല്ലാ മുജാഹിദ് ആശയം ഇവിടെ പൊളിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇവിടെ ആദർശം പറയാൻ സാധ്യമല്ല. അല്ലാഹു തആല പിൻവലിച്ചു മൈക്കെ പറഞ്ഞോട്ടെ. പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ഇപ്പൊ പറയാൻ പാടില്ല. നിങ്ങൾ വെറുതെ സമയം കളയാൻ നിങ്ങൾക്ക് അവസരം ബസ് സമരം പിൻവലിച്ചു അവരുടെ അല്ല, നിങ്ങൾ പിൻവലിച്ചു എന്ന് പറയുന്നത് അതല്ല. അതുകൊണ്ട് ഇനി ഇന്നവന് മയക്കൊടുക്കേണ്ട അവൻ തട്ടിപ്പിന് വേണ്ടി, സത്യത്തിന് വേണ്ടിയാണ് നമ്മൾ എത്ര അവസരം കൊടുത്തു. അത് പിൻവലിക്കുന്നവന് പറയാലോ. അതുകൊണ്ട് നമ്മുടെ
ഇനി നമ്മുടെ ഈ പരിപാടി അവസാനിച്ചിരിക്കുന്നു. നേരത്തെ എം ടി സാഹിബ് പറഞ്ഞതുപോലെ ധൈര്യമുണ്ടെങ്കിൽ, ആനത്തമുണ്ടെങ്കിൽ, പണ്ഡിതബോധമുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു, ഈ നേതാക്കളെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് മുന്നിൽ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് ഏതെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആരോടും കത്തും കടലാസും കൊടുക്കാതെ വെല്ലുവിളിച്ചു പോയിട്ട് കാര്യമില്ല. ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കാൻ ഏർപ്പാട് നിർത്തിയിട്ട് ഞങ്ങളുടെ മുന്നിൽ വരാൻ ധൈര്യമുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരിക. ഒരു കടലാസിൽ നോട്ടീസ് കൊണ്ടുവന്നാൽ പോരാ, നിങ്ങളുടെ ലെറ്റർ ഹെഡിൽ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്നും ഈ ആളുകളുടെ പേര് വന്നു കൊടുത്തെന്നാൽ ഇൻഷാ അല്ലാഹ് സക്കരിയ സലാഹിന്റെ നേതൃത്വത്തിൽ വന്നാൽ ഞങ്ങൾ അവരുമായി ഏറ്റുമുട്ടാൻ തയ്യാറാണ്. ഈ കാര്യങ്ങളൊക്കെ അവിടെ തെളിയിക്കാം. അതുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ 1000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കുന്നു. ദാറുസ്സലാമിന്റെ മക്കൾ, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാം. ധൈര്യമുണ്ടെങ്കിൽ വരിക. 1000 കുതിരശക്തിയോടെ സക്കരിയ സലാഹിയും സംഘത്തെയും ഞങ്ങളിതാ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ നോട്ടീസ് തരാതെ ലെറ്റർ പേരിൽ തരിക എന്ന് പറഞ്ഞുകൊണ്ട് എം ടി അല്പം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടി അവിടെ അവസാനിപ്പിക്കും. ഇനി മറ്റു ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് ചോദിക്കാം. അപ്പോളേ അപ്പോ ഇത് സദസ്സൊക്കെ അത് ശാന്തമാണ്. അതായത് നമ്മൾ പരിപാടി നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം തന്നപ്പോൾ അള്ളാഹു പേടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നുണ പറഞ്ഞു. അതിന് അള്ളാഹു പേടിച്ചു സ്വർഗം കൊടുത്തു, അത് പിൻവലിച്ചു എന്ന് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സ്ഥിതിക്ക് അദ്ദേഹത്തിലേക്ക് നൽകിയ ആ ഒരു മിനിറ്റിൽ അദ്ദേഹം വലിയ ഒരു കളവ് ഇവിടെ പറഞ്ഞു. അത് നിങ്ങൾ മാത്രമല്ല, അതെ എന്നാ തിരുത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സദസ്യരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സുഹൃത്തുക്കൾ അവര് നാടന്മാരാണ്, വിവരമില്ലാത്തവരാണ് എന്നൊക്കെ അവർ പറഞ്ഞു. ഒരു ഹദീസ് വായിക്കാനോ അർത്ഥം വെക്കാനോ അറിയാത്തവരാണ്. ആരോ എഴുതി കൊടുത്ത കുറിപ്പ് ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ വായിക്കുക, എന്നിട്ട് അതും വിഷയവുമായി ബന്ധമില്ലായ്മൊന്നും അവർക്ക് അറിയില്ല. അന്ധമായി മൗലവിയെ പോട്ടനായി തഖലീദ് ചെയ്ത ഒരു പാവം സുഹൃത്ത് എന്ന് മാത്രമാണ്. അതുകൊണ്ട് എന്റെ സുഹൃത്തിനോട് പറയാനുള്ളത്, വളരെ നല്ലവർക്ക് പറയാനുള്ളത്, നിങ്ങൾ സത്യം മനസ്സിലാക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അഖീദയിലേക്ക് കടന്നു വരണം. അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ ആരും തന്നെ, ഈ സദസ്സിൽ ആരും തന്നെ അവിവേകത്തോടുകൂടി പെരുമാറരുത്. നമ്മുടെ ഈ സഹോദരങ്ങൾക്ക് മാന്യമായ എല്ലാ പരിരക്ഷയും നൽകണം. ആരെങ്കിലും പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് അവർ കനിഷ്ഠകരമായിട്ട് എന്തെങ്കിലും ഉച്ചരിച്ചാൽ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകൂല, പക്ഷേ അതൊരിക്കലും പൊറുക്കപ്പെടുന്നതല്ല. അങ്ങനെ ചെയ്തു പോകരുത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. പിന്നെ ഇനി ഈ 3 സ്വലാത്തോടുകൂടി